ആണ് അത് ലെഡ്ജർ. പക്ഷെ പ്രാക്ടിക്കലി നിങ്ങൾ നോക്കുമ്പോൾ പിന്നെ നമ്മളിപ്പം മാനുവൽ അക്കൗണ്ടിംഗ് എന്ന് വിട്ടിട്ട് ഇപ്പൊ ടാലിയൊക്കെ ആണല്ലോ പോകുന്നത്. അപ്പൊ അതിലേക്ക് നോക്കുമ്പോൾ ഈ ലെഡ്ജറിന് വലിയ പ്രാധാന്യമില്ല. എന്തുകൊണ്ടാന്ന് വെച്ചാൽ നമ്മൾ എൻട്രി പാസ് ചെയ്യുമ്പോൾ തന്നെ എന്തിലേക്ക് പോകും? ഓട്ടോമാറ്റിക്കലി ലെഡ്ജറിലേക്ക് പോകും. ഓക്കെ, പക്ഷെ ഞാനൊന്ന് മനസ്സിലാക്കി തരാൻ വേണ്ടി ലെഡ്ജർ എങ്ങനെയാ ചെയ്യുന്നതെന്ന് പറഞ്ഞുതരാം. ഓക്കെ, അതൊന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. ഇപ്പോഴത്തെ കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ്ങിൽ ലെഡ്ജറിൽ എന്ത് ചെയ്യും? ലെഡ്ജർ ഓട്ടോമാറ്റിക്കലി പോസ്റ്റിംഗ് ആണ്. നമ്മൾ ഡെബിറ്റും ക്രെഡിറ്റും നമുക്ക് മനസ്സിലായാല് അത് നമ്മൾ ടാലിയിൽ എൻട്രി ഇട്ടാൽ ഓട്ടോമാറ്റിക്കലി അത് ലെഡ്ജറിലേക്ക് പോയിക്കോളും. അതിന് നമ്മൾ പ്രത്യേകം എന്ത് വേണ്ട, നമ്മൾ അതിന് ഈ ലെഡ്ജറിൽ ഏത് ഭാഗത്താണ് പോസ്റ്റ് ചെയ്യേണ്ടതെന്നുള്ള അർത്ഥം മനസ്സിലാകണമെന്നില്ല. എങ്കിലും നമ്മൾ ഒരു ഇതിന്റെ ഭാഗമായിട്ട് ജസ്റ്റ് ഒരു ചെറിയൊരു ലെഡ്ജർ നമുക്ക് നോക്കാം. ഓക്കെ അല്ലെ? ഇതിലത് നോക്കിയിരുന്നോ? ടാലിയിലൊക്കെ നമുക്ക് എന്താണ് പിന്നെ ഓട്ടോമാറ്റിക്കലി അങ്ങ് പോയിക്കോളും, പിന്നെ ലെഡ്ജറിലേക്ക് പോകും. നമുക്ക് അത് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ നമുക്കൊരു ടാലി ഓപ്പൺ ചെയ്തിട്ട് ജസ്റ്റ് എങ്ങനെയാണ് ഒരു കമ്പനി ക്രിയേറ്റ് ചെയ്യുന്നത്, എങ്ങനെയാണ് ഡെബിറ്റും ക്രെഡിറ്റും എൻട്രി ചെയ്യുന്നതും കൂടി നോക്കാം. ഓക്കെ, അപ്പൊ പിന്നെ ഇതിൽ നമ്മൾ അന്ന് എടുത്തത് തന്നെ നമുക്ക് നോക്കാം ഒരു ലെഡ്ജർ എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളത്. ഇപ്പം ഇത് നോക്കാം. സോൾഡ് ഗുഡ്സ് ടു രാജേഷ് ₹1800. ഓക്കെ, അപ്പൊ ഇതിന്റെ എങ്ങനെയാ ജേർണൽ ഇടുക? എങ്ങനെയാണ് നമ്മൾ ജേർണലൈസ് ചെയ്യാം? സോൾഡ് ഗുഡ്സ് ടു നിങ്ങൾ ചെയ്യണമെന്നില്ല, നിങ്ങൾ നോക്കിയാൽ മതി. അത് കഴിഞ്ഞിട്ട് ആ ലെഡ്ജറിൽ എങ്ങനെ പോസ്റ്റ് ചെയ്യുന്നതും കൂടി ഒന്ന് നോക്കിയാൽ മതി. ഓക്കെ, നമ്മൾ പറയും രാജേഷ് അക്കൗണ്ട് ഡെറ്റർ ടു സെയിൽസ് അല്ലെ, ഇങ്ങനെയല്ലേ വരുവാ? ആദ്യത്തെ സോൾഡ് ഗുഡ്സ് ടു രാജേഷ് എന്നുള്ളത് രാജേഷ് അക്കൗണ്ട് ഡെറ്റർ ടു സെയിൽസ്. ക്ലിയർ ആണല്ലോ? ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു? പിന്നെ രാജേഷിന്റെ അക്കൗണ്ട് ആണ് നമ്മൾ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പൊ ആദ്യത്തെ ട്രാൻസാക്ഷൻ എടുക്കാം. രാജേഷിനെ ഡെബിറ്റ് ആണ് ചെയ്യുന്നത്, സെയിൽസ് ക്രെഡിറ്റ്. അപ്പൊ രാജേഷിന്റെ ലെഡ്ജർ എടുക്കുമ്പോ രാജേഷിന് എന്ത് ചെയ്യണം? ഡെബിറ്റ് ചെയ്യണം. ഈ ലെഡ്ജറിൽ രണ്ട് ഭാഗം ഉണ്ടാവുക, ഒന്ന് ഡെബിറ്റ് സൈഡും ക്രെഡിറ്റ് സൈഡും. പിന്നെ ആദ്യത്തെ ഡേറ്റ്, പർട്ടിക്കുലേഴ്സ്, ജേർണൽ ഫോളിയോ, എമൗണ്ട്, ഡേറ്റ്, പർട്ടിക്കുലേഴ്സ്, ജേർണൽ ഫോളിയോ, എമൗണ്ട്. ഇങ്ങനെയാണ് ഉണ്ടാവുക. ഡെബിറ്റ് സൈഡിലും ക്രെഡിറ്റ് സൈഡിലും ഇങ്ങനെയാണ് ഉണ്ടാവുക. ഇതാണ് ലെഡ്ജറിന്റെ ഒരു ഫോർമാറ്റ് എന്ന് പറയുന്നത്. അപ്പൊ രാജേഷിന്റെ അക്കൗണ്ടിൽ ഡെബിറ്റ് സൈഡ് ഉണ്ട്, ക്രെഡിറ്റ് സൈഡ് ഉണ്ട്. അപ്പൊ ആദ്യത്തെ എൻട്രി പ്രകാരം രാജേഷ് അക്കൗണ്ട് ഡെറ്റർ ടു സെയിൽസ്. അപ്പൊ നമുക്ക് മനസ്സിലായി ലെഡ്ജറിൽ രാജേഷിനെ ഏത് കോളത്തിലാണ് ഇടേണ്ടത്? ഡെബിറ്റ് കോളത്തിലാണ് ഇടേണ്ടത്. കാരണം രാജേഷിന് ഡെബിറ്റ് അല്ലേ ചെയ്തത്. എന്തുകൊണ്ട്? രാജേഷ് സെയിൽസ് ചെയ്തു. സെയിലിന്റെ പ്രകാരം 1800 രാജേഷിന് ഡെബിറ്റ് ചെയ്തു. ക്ലിയർ ആയോ? ക്ലിയർ ആണോ? ക്ലിയർ ആണോ? അടുത്ത എൻട്രി നമുക്ക് രാജേഷിന്റെ ലെഡ്ജർ മാത്രം നോക്കാം. ഓക്കെ, റെമിറ്റഡ് ഓൺ അക്കൗണ്ട് ബൈ ഹിം. അപ്പൊ രാജേഷ് പൈസ തന്നു എന്നാണ് പറയുന്നത്. അതായത് പുള്ളി പൈസ നമുക്ക് ഇങ്ങോട്ടേക്ക് തന്നു. അങ്ങനെ ആകുമ്പോ രാജേഷ് പൈസ തന്നു എന്ന് പറയുമ്പോൾ എന്താ നമ്മൾ ലെഡ്ജർ ഇടുക, ജേർണൽ ഇടുക? ക്യാഷ് അക്കൗണ്ട് അല്ലെ? ക്യാഷിന് കൂടുന്നത്, ക്യാഷിന് ക്രെഡിറ്റ് ആര് ചെയ്യും? രാജേഷ് ചെയ്യും അല്ലെ? ഹു ഈസ് ദ ഗിവർ അല്ലെ? പെർ പേഴ്സണൽ അക്കൗണ്ട് പ്രകാരം ഹു ഈസ് ദ ഗിവർ എന്നുള്ളത് പ്രകാരം രാജേഷിനെ ക്രെഡിറ്റ് ചെയ്തു. ഓക്കെ, ടു രാജേഷിനാണ്. ഞാൻ ആ ഫോർമാറ്റ് അങ്ങനെ നിങ്ങൾ എഴുതാൻ നോക്കണം. ടു രാജേഷ്. അപ്പൊ ഇവിടെ നമ്മൾ രാജേഷിന് എന്താ ചെയ്തത്? ക്രെഡിറ്റാ ചെയ്തത് അല്ലെ? അപ്പൊ രാജേഷിന്റെ ലെഡ്ജറിൽ ക്രെഡിറ്റ് സൈഡിൽ വരണം. ഓക്കെ, 750 ക്രെഡിറ്റ് സൈഡിൽ വന്നു രാജേഷിന്. ഓക്കെ, എന്തുകൊണ്ട്? ക്യാഷ് രാജേഷ് തന്നത് കൊണ്ട് പിന്നെ ക്രെഡിറ്റ് സൈഡിൽ വന്നു. ഒരു മിനിറ്റ്. രാജേഷിന് പിന്നെ ഈ രണ്ടാമത്തെ എൻട്രിയിൽ രാജേഷിനെ ക്രെഡിറ്റ് ചെയ്തതുകൊണ്ട് ക്രെഡിറ്റ് സൈഡിൽ വന്നു 750. ക്യാഷ്, അതായത് ക്യാഷ് കൊണ്ടുവന്നത് കൊണ്ടാണ് രാജേഷിന് എന്ത് ചെയ്തത്? ക്രെഡിറ്റ് ചെയ്തത്. അത് ക്ലിയർ ആയോ? ക്ലിയർ ആയി. ക്രെഡിറ്റ് ചെയ്തു. ഓക്കെ, ഇനി മൂന്നാമത്തേത് പറയുന്നത് പർച്ചേസ്ഡ് ഗുഡ്സ് ഫ്രം രാജേഷ്. രാജേഷിന് എടുക്കുന്ന സാധനം വാങ്ങി എന്നാണ് പറയുന്നത്. രാജേഷിന് എടുക്കുന്ന സാധനം വാങ്ങുമ്പോൾ പർച്ചേസിനെ ഡെബിറ്റ് ചെയ്യും അല്ലെ? പർച്ചേസ് അക്കൗണ്ട് ഡെറ്റർ. എത്ര പൈസക്കാണ് രാജേഷിന് സാധനം വാങ്ങിയത്? പർച്ചേസ് 600 രൂപക്ക്. അപ്പൊ 600. അപ്പൊ ക്രെഡിറ്റ് ആരെ ചെയ്യും? രാജേഷ് ചെയ്യും. രാജേഷ് ചെയ്യും. ഓക്കെ, ടു രാജേഷ്. അപ്പൊ രാജേഷിന്റെ ലെഡ്ജറിൽ ഏത് സൈഡിൽ വരേണ്ടി വരും? ഏത് സൈഡിലാണ് രാജേഷിന്റെ ലെഡ്ജറിൽ വരേണ്ടി വരുക? രാജേഷ് നമ്മൾ എന്ത് ചെയ്തേ? ക്രെഡിറ്റ് അല്ലേ ചെയ്തത്. അപ്പൊ രാജേഷിന്റെ ലെഡ്ജറിൽ ക്രെഡിറ്റ് സൈഡിലാണ് വരുക അല്ലെ?
ക്രെഡിറ്റ് സൈഡിൽ വരും പിന്നെ എത്ര 600 rupees. അതിവിടെ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടില്ല. പിന്നെ അപ്പൊ ഇവിടെ രാജേഷ് എന്ന് പറഞ്ഞിട്ട് പർച്ചേസ് എന്ന് പറഞ്ഞിട്ട് 600 rupees ചെയ്യണം. ക്ലിയർ ആയോ? ക്ലിയർ ആയോ? രാജേഷിന് ക്രെഡിറ്റ് ആണ് ചെയ്യേണ്ടത്. എന്തുകൊണ്ട്? രാജേഷിന് എടുക്കുന്ന പർച്ചേസ് ചെയ്തതുകൊണ്ട് രാജേഷിനെ ക്രെഡിറ്റ് ചെയ്തു. പർച്ചേസ് അക്കൗണ്ട് ഇട്ടിട്ട് രാജേഷ് നല്ല വരുവാ. രാജേഷിന്റെ ലെഡ്ജറിൽ ഏത് ഭാഗത്താ പോകേണ്ടത്? ക്രെഡിറ്റ് ഭാഗത്താ പോകേണ്ടത്. ഓക്കെ. അപ്പൊ എന്തുകൊണ്ട് ക്രെഡിറ്റ് ചെയ്തു? പർച്ചേസ്, അവരെടുക്കുന്ന സാധനം പർച്ചേസ് ചെയ്തുകൊണ്ട് രാജേഷിനെ ക്രെഡിറ്റ് ചെയ്തു. ക്ലിയർ ആയോ? ഓക്കെ. 600. ഇനി അടുത്തത് പറയുന്നത് ക്യാഷ് റിസീവ്ഡ് ഫ്രം രാജേഷ്. രാജേഷിന് എടുക്കുന്ന പൈസ കിട്ടി എന്നാണ് പറയുന്നത്. അപ്പൊ രാജേഷിന് എടുക്കുന്ന പൈസ കിട്ടുമ്പോൾ എന്തിടും? ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ. രാജേഷിന് എടുക്കുന്ന പൈസ കിട്ടി. ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ 200. ആരെ ക്രെഡിറ്റ് ചെയ്യണം? രാജേഷിനെ ക്രെഡിറ്റ് ചെയ്യണം. കാരണം ഹു ഈസ് ദ ഗിവർ? ടു രാജേഷ്. അപ്പൊ 200 രൂപ. ഓക്കെ. അപ്പൊ ഇവിടെ എന്ത് ചെയ്യണം? രാജേഷ് നമ്മൾ ക്രെഡിറ്റ് ആണ് ചെയ്യേണ്ടത്. ഓക്കെ. രാജേഷിന് എന്തുകൊണ്ട് ക്രെഡിറ്റ് ചെയ്യണം? രാജേഷിന്റെ അടുക്കുന്ന പിന്നെ ഇത് പൈസ കിട്ടിയത് കൊണ്ട് രാജേഷിനെ ക്രെഡിറ്റ് ചെയ്യണം. അപ്പൊ ക്യാഷ് അക്കൗണ്ട് രാജേഷിന്റെ ലെഡ്ജറിൽ ക്രെഡിറ്റ് സൈഡിലേക്ക് പോകണം. പിന്നെ അപ്പൊ എത്ര ആണ്? 200 രൂപ ആണ്. ഇവിടെ ഞാൻ വേറെ എന്തോ ഒരു കണക്ക് ചെയ്യുമ്പോൾ അങ്ങോട്ട് മാറ്റി മാറ്റി എൻട്രി ഇട്ടതാണ്. അപ്പൊ ഇത് പ്രകാരമല്ല. അപ്പൊ രാജേഷിനെ ക്രെഡിറ്റ് ചെയ്യണം. എന്തുകൊണ്ട്? രാജേഷ് ക്യാഷ് തരുന്നത് കൊണ്ട് രാജേഷിനെ ക്രെഡിറ്റ് ചെയ്യണം. ക്ലിയർ ആയോ? ക്ലിയർ ആണോ ഇന്ദിരാദേവി മാം? സാറേ എനിക്ക് അതൊന്നുകൂടെ പറഞ്ഞു സാറേ. അതായത് പിന്നെ ഈ അടുത്ത ഈ പോസ്റ്റിംഗ് നോക്കണ്ട കേട്ടോ. ഇത് ഞാൻ ചെയ്തതുണ്ടല്ലോ, ഇപ്പൊ ഉള്ളത് മാത്രം നോക്കിയാൽ ഞാൻ എൻട്രി ഇടുന്നത്. അതായത് ഞാൻ ഈ ക്വസ്റ്റ്യൻസ് ഞാൻ ഇപ്പൊ എഴുതിയതാണ്. ചില എൻട്രീസ് ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്? ഡിലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ലെഡ്ജർ ഉണ്ടാക്കുമ്പോൾ. ഓക്കെ. അപ്പൊ ഇപ്പൊ ഒന്നും കൂടി ശ്രദ്ധിക്കുക. അപ്പൊ ഈ ജേർണൽ, ഈ ട്രാൻസാക്ഷൻ എന്താ പറയുന്നത്? ക്യാഷ് റിസീവ്ഡ് ഫ്രം രാജേഷ് 200 അല്ലെ? ഇപ്പൊ രാജേഷിന്റെ അടുക്കുന്ന പൈസ വാങ്ങി എന്നാണ് പറയുന്നത്. ഓക്കെ. രാജേഷിന്റെ അടുക്കുന്ന പൈസ വാങ്ങി എന്ന് പറയുമ്പോൾ ക്യാഷ് നമുക്ക് കിട്ടി. ക്യാഷിനെ ഡെബിറ്റ് ചെയ്തു. ആരെ ക്രെഡിറ്റ് ചെയ്യണം? രാജേഷിനെ ക്രെഡിറ്റ് ചെയ്യണം. ഹു ഈസ് ദ ഗിവർ എന്നുള്ള കൺസെപ്റ്റ് പ്രകാരം രാജേഷിനെ ക്രെഡിറ്റ് ചെയ്യണം. അത് ക്ലിയർ ആണല്ലോ മാഡം? ഇന്ദിരാദേവി ക്ലിയർ ആണോ മാഡം? ഇടയ്ക്കിടയ്ക്ക് വിട്ടു പോകുന്നു. നെറ്റ് പ്രശ്നമുണ്ടോ? ഇടയ്ക്കിടയ്ക്ക് നിന്ന് പോണു. ഓ പിന്നെ മാഡത്തിനോ? അശ്വതി മാഡത്തിനോ? മനസ്സിലായി. അല്ല, ഇത് നെറ്റിന്റെ പ്രശ്നമുണ്ടോ? ഞാൻ എന്റെ സംസാരത്തിൽ എനിക്ക് പ്രശ്നമില്ല. എനിക്ക് നെറ്റിന്റെ പ്രശ്നമില്ല സാർ. അത് ഇവിടെ വിളിച്ചു, അതുകൊണ്ടാ. ഇന്ദിരാദേവി ഇത് മനസ്സിലായി? ഈ എൻട്രി മനസ്സിലായി? അതായത് രാജേഷ് ക്യാഷ് തന്നു 200 രൂപ. ഓക്കെ. പിന്നെ അപ്പൊ രാജേഷ് ക്യാഷ് തരുമ്പോ രാജേഷിന്റെ ലെഡ്ജറിൽ ഏത് ഭാഗത്ത് പോകണം? രാജേഷിനാണ് ക്രെഡിറ്റ് ചെയ്യുന്നത്. ഇപ്പൊ രാജേഷിന്റെ ലെഡ്ജറിൽ ഏത് സൈഡിൽ പോകണം? ക്രെഡിറ്റ് സൈഡിൽ പോകണം. അത് ക്ലിയർ ആണല്ലോ? കാരണം രാജേഷിനെ ക്രെഡിറ്റ് ആണ് ചെയ്യുന്നത്. ഓക്കെ. എന്തുകൊണ്ട് ക്രെഡിറ്റ് ചെയ്യുന്നു? രാജേഷ് 200 രൂപ തന്നതുകൊണ്ട് ക്രെഡിറ്റ് ചെയ്യുന്നു. മനസ്സിലായില്ലേ അത്? ഓക്കെ. ക്ലിയർ ആണോ? ക്ലിയർ ആയി സാറേ. ഓക്കെ. ഇത് മനസ്സിലാക്കാൻ ഇതേ വഴിയുള്ളൂ. അതായത് ഇത് എളുപ്പം മനസ്സിലാക്കാൻ എന്താ വേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഡെബിറ്റും ക്രെഡിറ്റും ചെയ്യൂലേ ജേർണലിൽ. അപ്പൊ ആ പാർട്ടീനെ എന്താണ് ചെയ്യുന്നതെന്ന് നോക്കാം ആദ്യം. ഓക്കെ. ആ പാർട്ടീനെ എന്താണ് ചെയ്യുന്നതെന്ന് പറയുമ്പോൾ അയാളെ ലെഡ്ജറിൽ ആ ഭാഗത്താണ് നമ്മൾ ഇടേണ്ടത്. അപ്പൊ ആദ്യത്തേന് നോക്കുമ്പോൾ രാജേഷ് അക്കൗണ്ട് ഇട്ടിട്ട് സെയിൽസ് എന്ന് പറയുമ്പോൾ രാജേഷിന് എന്താ നമ്മൾ ചെയ്തത്? ഡെബിറ്റ് ആണ് ചെയ്തത്. അപ്പൊ രാജേഷിന് ലെഡ്ജർ എടുക്കുമ്പോൾ ഏത് ഭാഗത്ത് ആ എമൗണ്ട് ഇടണം? ഡെബിറ്റ് സൈഡിൽ ആ എമൗണ്ട് ഇടണം. അതൊന്ന് മനസ്സിലാക്കി വെക്കുക. ഇതാണ് ഇത് മനസ്സിലാക്കാനുള്ള എളുപ്പ വഴി. ഓക്കെ. രാജേഷിനെ ഡെബിറ്റ് ചെയ്തു. അപ്പൊ എന്തുകൊണ്ട് രാജേഷിനെ ഡെബിറ്റ് ചെയ്തു? രാജേഷിന് സാധനം വിറ്റോണ്ട് ഡെബിറ്റ് ചെയ്തു. സെയിൽസ് എന്നുള്ളത് മനസ്സിലായോ? അടുത്ത എൻട്രി നോക്കുമ്പോൾ രാജേഷ് പൈസ തന്നു. രാജേഷ് പൈസ തരുമ്പോൾ എന്താണ് എൻട്രി? ക്യാഷ് അക്കൗണ്ട്. അതായത് പൈസ നമുക്ക് കിട്ടുമല്ലേ, അസറ്റ് കൂടുന്നു. ആ ക്യാഷ് അക്കൗണ്ട് ഇട്ടിട്ടു രാജേഷ്. ഇവിടെ നമ്മൾ നോക്കേണ്ടത് രാജേഷിനെ നമ്മൾ ഇവിടെ എന്താ ചെയ്തത്? ക്രെഡിറ്റാ ചെയ്തത്. അപ്പൊ രാജേഷിന്റെ ലെഡ്ജറിൽ ഏത് ഭാഗത്ത് ഈ പൈസ ഇടണം? ക്രെഡിറ്റ് സൈഡിൽ ഇടണം. അപ്പൊ എന്തുകൊണ്ട് ക്രെഡിറ്റ് സൈഡിൽ ഇടണം? ക്യാഷ് തന്നതുകൊണ്ട് ക്രെഡിറ്റ് സൈഡിൽ ഇടണം. അപ്പൊ അത്രയും ഇത് മനസ്സിലാക്കാനുള്ള എളുപ്പ വഴി അതാണ്. പിന്നെ പർച്ചേസ് അക്കൗണ്ട് ഇട്ടിട്ട് രാജേഷിന് എടുക്കുന്ന കുറച്ച് സാധനം പർച്ചേസ് ചെയ്തു. അപ്പൊ പർച്ചേസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ പർച്ചേസ് നമ്മൾ ഡെബിറ്റ് ചെയ്യണം അല്ലെ? വാട്ട് കംസ് ഇൻ എന്നുള്ളത്.
രാജേഷിനെ ക്രെഡിറ്റ് ചെയ്തു. ഹു ഈസ് ദ ഗിവർ? അപ്പൊ രാജേഷിന് ഏത് ഭാഗത്ത്, രാജേഷിന്റെ ലെഡ്ജറിൽ ഏത് ഭാഗത്ത് പോകും? കാരണം രാജേഷിനെ ക്രെഡിറ്റ് ആണ് ചെയ്തത്. അപ്പൊ ഉറപ്പായിട്ട് ക്രെഡിറ്റ് സൈഡിലേക്ക് പോകണം രാജേഷിന്റെ. അപ്പൊ ക്രെഡിറ്റ് സൈഡിൽ പോകുമ്പോൾ എന്തുകൊണ്ട് ക്രെഡിറ്റ് ചെയ്തു? പർച്ചേസ് രാജേഷിന്റെ അടുത്ത് ചെയ്തത് കൊണ്ട് ക്രെഡിറ്റ് ചെയ്തു. ക്ലിയർ ആയോ? ഇനി രാജേഷ് ക്യാഷ് തന്നു. അപ്പൊ ക്യാഷ് തരുമ്പോ ക്യാഷിനെ ഡെബിറ്റ് ചെയ്യും. അതായത് വാട്ട് നമ്മളെ അസറ്റ് കൂടുന്നത് കൊണ്ട്, അല്ലെ വാട്ട് കംസ് ഇൻ, ഏത് പ്രകാരമായാലും. അപ്പൊ രാജേഷിന് ഏത് സൈഡിൽ നമ്മൾ ചെയ്യണം? രാജേഷിനെ ക്രെഡിറ്റ് തന്നെ ചെയ്യണം. എന്തുകൊണ്ടാണ്? രാജേഷ് നമ്മൾ ക്രെഡിറ്റാ ചെയ്തത്, ക്രെഡിറ്റ് സൈഡിലാണ് പോകേണ്ടത്. എന്തുകൊണ്ട് ക്രെഡിറ്റ് ചെയ്തു? ക്യാഷ് തന്നത് കൊണ്ട് ക്രെഡിറ്റ് ചെയ്തു. മനസ്സിലായോ? അപ്പൊ അങ്ങനെ ഒന്ന് ചിന്തിച്ചാല് ഈ ലെഡ്ജർ പോസ്റ്റിംഗ് ഈസിയാണ്. അല്ലെങ്കിൽ ലെഡ്ജർ പോസ്റ്റിംഗ് നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആകും. ഇത്രയും ഇതിന് മനസ്സിലാക്കണം. ഇനി അടുത്തത് സോൾഡ് ഗുഡ്സ് ടു രാജേഷ് 300. അപ്പൊ രാജേഷിന് 300 രൂപക്ക് സാധനം വിറ്റു എന്നാണ് പറഞ്ഞത്. അപ്പൊ എന്ത് ചെയ്യും? രാജേഷ് അക്കൗണ്ട് ഡെറ്റർ. അപ്പൊ നമുക്ക് ഈ എൻട്രി ചെയ്യുമ്പോൾ നമുക്ക് ഒരു കാര്യം മനസ്സിലായി. രാജേഷിന് എന്ത് ചെയ്യണം? ഏത് കോളത്തിലാണ് ഇടേണ്ടത്? രാജേഷിന് ഡെബിറ്റ് കോളത്തിൽ ഇടണം എന്ന് മനസ്സിലായി അല്ലെ? രാജേഷിന് ഡെബിറ്റാണ് നമ്മൾ ചെയ്യുന്നത്. ടു സെയിൽസ് 300. അപ്പൊ എന്തുകൊണ്ട് ഡെബിറ്റ് ചെയ്തു? രാജേഷ് സെയിൽസ് ഡെബിറ്റ് കോളത്തിൽ. രാജേഷിന്റെ ലെഡ്ജറിൽ ഡെബിറ്റ് കോളത്തിൽ ഇട്ടു 300 ഡെബിറ്റ് സൈഡിൽ. കാരണം രാജേഷിന്റെ ഡെബിറ്റ് നമ്മൾ ചെയ്യുന്നത്. എന്തുകൊണ്ട് ഡെബിറ്റ് ചെയ്തു? രാജേഷ് സെയിൽ ചെയ്തുകൊണ്ട് ഡെബിറ്റ് ചെയ്തു. മനസ്സിലായിട്ടില്ല? മനസ്സിലായി സാർ. ഓക്കെ. ഇതിനാ മേഡത്തിനോ? പിന്നെ അശ്വതി മേഡത്തിനോ? ഇത് മാത്രമേ എനിക്ക് തോന്നുന്നു. ഞാൻ കുറെ നോക്കിയിട്ട് എനിക്ക് തോന്നുന്നു മനസ്സിലാക്കാൻ ഏറ്റവും എളുപ്പം ഇത് മാത്രമേ ഉള്ളൂ ലെഡ്ജർ പോസ്റ്റിംഗില്. പിന്നെ ഈ റിട്ടേൺഡ് ഗുഡ്സ്, അതായത് രാജേഷ് സാധനം തിരിച്ചയച്ചു എന്നാണ് പറയുന്നത്. സാധനം തിരിച്ചയക്കുമ്പോ നമ്മൾ എന്താ പറയാ? വിറ്റ സാധനം തിരിച്ചയക്കുമ്പോ സെയിൽസ് റിട്ടേൺ അക്കൗണ്ട് ഡെറ്റർ. ഓക്കെ, സെയിൽസ് റിട്ടേൺ അക്കൗണ്ട് ഡെറ്റർ. എത്ര പൈസക്ക്? 300 രൂപക്ക് ഇതായിട്ട് സെയിൽസ് റിട്ടേൺ എന്തുകൊണ്ട് ഡെബിറ്റ് ചെയ്തു? വാട്ട് കംസ് ഇൻ. നമ്മള് സെയിൽസ് ചെയ്ത സാധനം തിരിച്ചു വരുമ്പോ വാട്ട് കംസ് ഇൻ എന്നുള്ള ഇതല്ലേ വരുക. അപ്പൊ സെയിൽസ് റിട്ടേൺ എന്ത് ചെയ്യണം? ഡെബിറ്റ് ചെയ്യണം. ക്ലിയർ ആണല്ലോ അത്? ആരാണ് അയച്ചത്? രാജേഷ്. അപ്പൊ രാജേഷ് നമ്മൾ ഏത് സൈഡിൽ ഇടണം? ക്രെഡിറ്റ് സൈഡിൽ ഇടണം എന്ന് മനസ്സിലായി. എന്തുകൊണ്ടാ? രാജേഷ് നമ്മൾ ക്രെഡിറ്റ് ആണ് ചെയ്തത്. എന്തുകൊണ്ട് ക്രെഡിറ്റ് ചെയ്തു? സെയിൽസ് റിട്ടേൺ ചെയ്തത് കൊണ്ട് ക്രെഡിറ്റ് ചെയ്തു. ഇവിടെ സെയിൽസ് റിട്ടേൺ 300 rupees. ക്ലിയർ ആയോ ഞാൻ പറഞ്ഞത്? ഓക്കെ ആണോ മാഡം? ഓക്കെ. ഇനിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ലെഡ്ജർ ബാലൻസിങ് എന്ന് പറയും. അതായത് ഇവിടെ 2100, പിന്നെ ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം? രണ്ട് സ്ഥലത്തും 2100 ഇടണം. ഓക്കെ. അപ്പൊ ഇതിന്റെ ടോട്ടൽ എന്ന് പറയുന്നത് പിന്നെ 1850 രൂപയാണ്. അപ്പൊ 2100 1850 കുറച്ചാൽ 250 രൂപയായിരിക്കും രാജേഷിന്. എന്താണ് ഇതിന്റെ അർത്ഥം? എന്താണ് 250 രൂപ? ഈ ഒരു ലെഡ്ജർ കണ്ടാല് രാജേഷ് 250 രൂപ കൊടുക്കാനുണ്ട് എന്നാണോ അല്ലെങ്കിൽ കിട്ടാനുണ്ട് എന്നാണോ അർത്ഥം? ഇതിൽ ഡെബിറ്റ് ബാലൻസ് ആണ് വരുന്നത് അല്ലെ? ഈ ലെഡ്ജർ നോക്കുമ്പോൾ ഡെബിറ്റ് സൈഡിലല്ലേ ഉള്ളത് ബാലൻസ് ഉള്ളത് അല്ലെ? ബാലൻസ് ബ്രോട്ട് ഡൗൺ ചെയ്യുന്ന എവിടെയാണ്? ഡെബിറ്റ് സൈഡിലല്ലേ 250 രൂപ ഉള്ളത്. അതായത് ഈ ഭാഗത്ത് ക്രെഡിറ്റ് കോളത്തിൽ എമൗണ്ട് കുറവാണ് അല്ലെ? ഇതിന് നമ്മൾ എന്ത് ചെയ്തു? 250 രൂപയും കൂടി ആഡ് ചെയ്തിട്ടു. പിന്നെ ഡെബിറ്റ് സൈഡിലാണ് കൂടുതൽ 2100 ഉള്ളത്. ക്രെഡിറ്റ് സൈഡിൽ അത്രയും ഇതില്ല. പക്ഷെ ഇതിനെ ലെഡ്ജർ ബാലൻസിങ് എന്ന് പറയും. അപ്പൊ എന്ത് ചെയ്യണം? രണ്ട് ഭാഗത്തും ഒരേ എമൗണ്ട് ഇട്ടിട്ട് ഈ ഡിഫറൻസ് ഉള്ള എമൗണ്ടിനെ ബാലൻസ് ആക്കി കൺസിഡർ ചെയ്തിട്ട് അതിനെന്ത് ചെയ്യും? അടുത്ത ദിവസം നമ്മൾ ബ്രോ ഡൗൺ ചെയ്ത് ഇടും. അപ്പൊ ബ്രോ ഡൗൺ ചെയ്ത് ഇടുമ്പോൾ ഏത് സൈഡിലാണോ ബാലൻസ് അതാണ് ആ ലെഡ്ജറിന്റെ ബാലൻസ്. ഓക്കെ, ഇവിടെ ഏത് സൈഡിലാണ് ബ്രോ ഡൗൺ ചെയ്തിടുമ്പോൾ ബാലൻസ് ഉള്ളത്? ഡെബിറ്റ് സൈഡിലാണ് ഉള്ളത്. നമ്മൾ പഠിച്ചിട്ടുണ്ട് രാജേഷ് എന്ന് പറയുന്നത് ആരാണ്? നമ്മളെ കസ്റ്റമർ ആണ്. കസ്റ്റമർ ആരാണ്? സൺട്രി ഡെറ്റേഴ്സ് ആണ്. അവരാരാണ്? അസറ്റ് ആണ് നമുക്ക്. അപ്പൊ അസറ്റിന്റെ ബാലൻസ് എപ്പോഴും എന്തായിരിക്കും? ഡെബിറ്റ് ബാലൻസ് ആയിരിക്കും. ഓർമ്മയില്ല അതൊക്കെ? അസറ്റിന്റെയും എക്സ്പെൻസിന്റെയും ബാലൻസ് എന്തായിരിക്കും? ഡെബിറ്റ് ബാലൻസ് ആയിരിക്കും. ഇൻകത്തിന്റെയും ലാബിലിറ്റിന്റെയും ബാലൻസ് എന്തായിരിക്കും? ക്രെഡിറ്റ് ബാലൻസ് ആയിരിക്കും. ഇതിനകത്ത് ക്ലിയർ ആണോ? ക്ലിയർ ആണോ? അതായത് നമ്മള് പിന്നെ അശ്വതി മാം ഓക്കെ ആണോ? അല്ലത് ക്ലിയർ ആയിട്ടുണ്ടെങ്കിൽ മാത്രം പറഞ്ഞാൽ മതി. അതായത് നമ്മളിപ്പോ എന്ത് ചെയ്തു? പിന്നെ രാജേഷിന് വിറ്റതൊക്കെ
നമ്മൾ ഈ സൈഡിൽ ഇട്ടു, ഡെബിറ്റ് സൈഡിൽ രാജേഷ് അക്കൗണ്ട് ഇട്ടു സെയിൽസ്. ഓക്കെ, ഇതാണ് രാജേഷിന് ടോട്ടലി വിറ്റത് 2100 റുപ്യ. ഓക്കെ, ഇനി എന്ത് ചെയ്തു? രാജേഷിന്റെ അടുത്ത് നിന്ന് പൈസ കിട്ടി, രാജേഷ് വിറ്റ സാധനം കുറെ തിരിച്ചയച്ചു, രാജേഷിന്റെ അടുത്ത് ആദ്യം ക്യാഷ് കിട്ടി, രാജേഷിന്റെ അടുത്ത് നമ്മൾ കുറച്ച് പർച്ചേസ് ചെയ്തു. ഇത്രയും ഉണ്ടായിരുന്നു രാജേഷ്. അപ്പൊ രാജേഷ് 2100 റുപ്യ തരാനുണ്ടായിരുന്നു. ആ തരാനുണ്ടായിരുന്നത് 750 റുപ്യ തന്നു, 300 റുപ്യന്റെ സാധനം തിരിച്ചയച്ചു, 200 റുപ്യ ക്യാഷ് ആയിട്ട് തന്നു. രാജേഷിന്റെ അടുത്ത് നമ്മൾ ഒരു 600 റുപ്യ കാര്യങ്ങൾ പർച്ചേസ് ചെയ്തു. അപ്പൊ രാജേഷ് തരാനുള്ള അത് കുറയല്ല. അപ്പൊ ഈ 2100 ഈ എമൗണ്ട് കുറക്കുമ്പോൾ എത്ര ബാലൻസ് ഉണ്ട്? 250 റുപ്യ രാജേഷ് തരാനുണ്ട് എന്നാണ് ഇത് കാണിക്കുന്നത്. അതാണ് നമ്മൾ എന്ത് ചെയ്തത്? 250 രൂപയും കൂടി കൂട്ടുമ്പോൾ 2200 രൂപ ടാലി ആവുന്നത്. 250 രൂപ നമ്മൾ എന്ത് ചെയ്യും? ബ്രോ ഡൗൺ ചെയ്തിടും. അതിന്റെ അർത്ഥം രാജേഷ് ഈ 250 രൂപ തരാനുണ്ട് എന്നാണ് അർത്ഥം. കാരണം രാജേഷ് ആരാണ്? നമ്മുടെ കസ്റ്റമർ ആണ്. കസ്റ്റമർ എന്ന് പറയുന്നത് സൺട്രി ഡെറ്റേഴ്സ് ആണ്. സൺട്രി ഡെറ്റേഴ്സ് കറണ്ട് അസറ്റ്സ് ആണ്. അപ്പൊ കറണ്ട് അസറ്റ്സ് ആകുമ്പോൾ അസറ്റിന്റെ ബാലൻസ് എന്തായിരിക്കും? ഡെബിറ്റ് ബാലൻസ് ആയിരിക്കും. ഇവിടെ ഡെബിറ്റ് ബാലൻസ് തന്നെയല്ലേ ഉള്ളത്? ഡെബിറ്റ് സൈഡിലല്ലേ 250 റുപ്യ ബ്രോ ഡൗൺ ചെയ്തിട്ടുള്ളത്. ക്ലിയർ ആയോ അശ്വതി മാം? ക്ലിയർ ആയി വരുന്നു സാർ. ഇന്ദിരാദേവി മാഡത്തിനോ? മനസ്സിലായി സാറേ. ഇതാണ് ഒരു, ഞാൻ ഈ ലെഡ്ജറിലേക്ക് അധികം പോവാതെ എന്തുകൊണ്ടാന്ന് വെച്ചാൽ നിങ്ങൾക്ക് കുറച്ച് കൺഫ്യൂഷൻ ആകും. പിന്നെ അത് അധികം നമ്മൾ പഠിക്കുമ്പോൾ മാത്രമേ ഇതിപ്പോ ആവശ്യമുള്ളൂ. കാരണം ഇപ്പൊ നമ്മളെ മോഡേൺ പിന്നെ ഇതുണ്ടല്ലോ, ടാലി ആയാലും മറ്റുള്ള ഏത് സോഫ്റ്റ്വെയർ ആയാലും ഇത് നമ്മൾ എൻട്രി ഇടുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കലി എന്ത് വരും? ആ ലെഡ്ജറിലേക്ക് വരും. നമ്മൾ വീണ്ടും എന്ത് ചെയ്യണ്ട, ലെഡ്ജർ ക്രിയേറ്റ് ചെയ്യേണ്ട കാര്യം ഇതാക്കുന്നില്ല. നമ്മൾ ഡെബിറ്റും ക്രെഡിറ്റും ടാലിയിൽ എൻട്രി ഇടും അല്ലേ? അപ്പൊ തന്നെ ഞാൻ വേണമെങ്കിൽ അതൊന്ന് ടാലിയിൽ ഞാൻ ഒന്ന് കാണിച്ചു തരാം എങ്ങനെ വരുക എന്നുള്ളത്. അത് എൻട്രി ഇടുമ്പോൾ തന്നെ നമുക്കത് സെറ്റ് ആയിട്ട് വരും. ഒരു മിനിറ്റ്. കാണുന്നുണ്ടല്ലോ അല്ലെ? ടാലി കാണുന്നില്ലേ? ഓക്കെ, അപ്പോ ഞാനൊരു കമ്പനി ജസ്റ്റ് ഒന്ന് ക്രിയേറ്റ് ചെയ്തിട്ട് അതിൽ എൻട്രി എങ്ങനെയാ. അപ്പോ ഇതാണ് ടാലി പ്രൈം എന്നുള്ളത്. ക്ലോസ് ആക്കി ക്രിയേറ്റ് കമ്പനി എന്നുള്ളതിലേക്ക് പോകാം. അപ്പൊ എന്തെങ്കിലും ഒരു ABC എന്നാലും പറഞ്ഞൊരു കമ്പനി ഉണ്ടാക്കാം. അഡ്രസ് ഇതെങ്ങനെയാണ്? ലെഡ്ജർ ഏത് മാം? എന്തൊക്കെ പറയുന്നുണ്ടോ ഇതിനെ മാം? കാണുന്നില്ല? സ്ക്രീൻ കാണുന്നില്ല? ഇപ്പൊ കാണുന്നുണ്ട്. ഓക്കെ, കേരള കാണുന്നില്ലായിരുന്നു, ഇപ്പൊ കാണുന്നു. ടാലി കാണുന്നുണ്ടല്ലോ അല്ലെ? ഓക്കെ. അപ്പൊ നമ്മൾ ഇവിടെ കേരള എന്ന് കൊടുത്തു. ഇവിടെ ഫിനാൻഷ്യൽ ഇയർ ബിഗിനിങ്ങും ബുക്സ് ബിഗിനിങ് ഇത് രണ്ടും ഒന്നിനെ ഒരേ ഡേറ്റാ കൊടുക്കും. എന്തുകൊണ്ടാണ്? ഫിനാൻഷ്യൽ ഇയറും ബുക്സും സ്റ്റാർട്ട് ചെയ്യുന്നത് എന്താണ്? ഒരേ ഡേറ്റിന് തന്നെ ആയിരിക്കും. ഓക്കെ, ഇത് നമ്മൾ ക്രിയേറ്റ് ചെയ്തു. പിന്നെ ABC എന്ന് പറയുന്നൊരു കമ്പനി ക്രിയേറ്റ് ആയി. ഓക്കെ, പിന്നെ അതിൽ അക്കൗണ്ടിങ്ങിന്റെ കാര്യങ്ങളൊക്കെയാണ് ചോദിക്കുന്നത്. ഇതൊക്കെ എനാബിൾ ചെയ്ത് കൊടുക്കുക. GSTയുടെ കാര്യങ്ങളൊക്കെ ചോദിക്കും. റെഗുലർ ആണോ അല്ല GST നമ്പർ ഉണ്ടോ എന്നുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ചോദിക്കും. ജസ്റ്റ് അപ്പൊ ABC എന്ന് പറയുന്ന ഒരു കമ്പനി ക്രിയേറ്റ് ആയി. ഇനി നമ്മൾ രാജേഷ് എന്ന് പറയുന്ന ഒരാളെ ക്രിയേറ്റ് ചെയ്യണം അല്ലെ? രാജേഷ് ആരാണ്? രാജേഷ് നമ്മുടെ സാധനം വിറ്റു എന്നല്ലേ പറഞ്ഞത്? അപ്പൊ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? ഒരു ലെഡ്ജർ ക്രിയേറ്റ് ചെയ്യണം രാജേഷിന്റെ പേരില്. രാജേഷ്
രാജേഷ് അക്കൗണ്ട് എന്നല്ല, വെറും രാജേഷിനോ രാജേഷ് അസോസിയേറ്റ്സ് അങ്ങനെയാണെങ്കിൽ രാജേഷ് അസോസിയേറ്റ്സ്, ആ കമ്പനിയുടെ പേര് എന്താണോ അത് അങ്ങനെ ഇടുക. ഓക്കെ, രാജേഷ് അസോസിയേറ്റ്സ്. ഏതിന്റെ അണ്ടറിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്യണം? രാജേഷ് നമ്മുടെ കസ്റ്റമർ ആണ്. അപ്പൊ രാജേഷ് നമ്മളെ കസ്റ്റമർ ആകുമ്പോൾ രാജേഷ് ഏത് അണ്ടറിലാണ് വരിക? ഏത് അണ്ടറിലാണ് വരിക? സൺട്രി ഡെറ്റേഴ്സ് എന്നാണ് നമ്മൾ വിളിക്കുക അക്കൗണ്ട്സിൽ. അതായത് നമ്മൾ കസ്റ്റമർ നമ്മൾ എന്താ വിളിക്കുക? സൺട്രി ഡെറ്റേഴ്സ് എന്നാണ് വിളിക്കുക. അപ്പൊ സൺട്രി ഡെറ്റേഴ്സ് എന്നുള്ളിൽ ഇട്ടു. അപ്പൊ അവര് ചോദിക്കുന്നു ബിൽ വൈസ് ബില്ലൊക്കെ മെയിൻറ്റെയിൻ ചെയ്യണോ എന്നൊക്കെ ചോദിക്കുന്നു. പിന്നെ ഇപ്പൊ രാജേഷ് അസോസിയേറ്റ്സ് ഇത് ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഒരു ലെഡ്ജർ ക്രിയേറ്റ് ചെയ്തു. ഓക്കെ, ഇനി നമുക്ക് ഏതൊക്കെ ലെഡ്ജർ ക്രിയേറ്റ് ചെയ്യണം? ഇനി ഏതൊക്കെയാണ് നമ്മൾ എൻട്രി ഇടുന്നത്? സെയിൽസ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യണം അല്ലെ? ബുക്കുന്നുണ്ടല്ലോ പുള്ളിക്ക് സെയിൽസ് അക്കൗണ്ട്. സെയിൽസ് അക്കൗണ്ട് അണ്ടർ ഏതിലാ വരുക? സെയിൽസ് അക്കൗണ്ട് അണ്ടർ സെയിൽസിൽ വരും. ഓക്കെ, സെയിൽസ് അക്കൗണ്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്യേണ്ടത് അണ്ടർ സെയിൽസിലാണ്. അത് നമ്മുടെ ഇൻകം ആയതുകൊണ്ട്. ഇനി നമ്മൾ എന്താ കാണിച്ചിട്ടുള്ളത്? ഇതൊരു ക്യാഷ് ഓൾറെഡി ഉണ്ടാവും, പിന്നെ സെറ്റ് ചെയ്തിട്ടുണ്ടാവും. ക്യാഷ് ഇൻ ഹാൻഡ് എന്ന് പറയുമ്പോൾ ഓൾറെഡി ടാലി ബിൽഡ് ചെയ്തിട്ടുണ്ടാവും. അത് ചെയ്യണ്ട, അത് നമുക്ക് കാണിച്ചിട്ടാണ്. ക്യാഷ് ഇൻ ഹാൻഡ് ഓൾറെഡി ഉണ്ട്. പർച്ചേസ് ക്രിയേറ്റ് ചെയ്യണം. അപ്പൊ പർച്ചേസ് എന്നുള്ളത് ക്രിയേറ്റ് ചെയ്തു. അണ്ടർ ഏതിന് വരും? പർച്ചേസ് അക്കൗണ്ട്. പർച്ചേസ് അക്കൗണ്ടിൽ തന്നെ വരും. ഓക്കെ, അപ്പൊ ഇത്രയാണ് നമ്മൾ പ്രധാനപ്പെട്ട ഈ ഒരു എൻട്രി കാണിച്ചാൽ അതെങ്ങനെയാണ് ഇത് ലെഡ്ജറിൽ എഫക്റ്റ് ആവുന്നത് കാണാൻ വേണ്ടിയാണ്. ഓക്കെ, ഇനി നമുക്ക് എസ്കേപ്പ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്തു? വൗച്ചേഴ്സ് എന്നുള്ള ഇതിലേക്ക് പോകുന്നത്. ടാലിയിൽ ഈ വൗച്ചേഴ്സിലാണ് നമ്മൾ എല്ലാ എൻട്രി ഇടാറ്. ഓക്കെ, വൗച്ചേഴ്സിലാണ് നമ്മൾ എൻട്രി ഇടേണ്ടത്. വൗച്ചേഴ്സ് ക്ലിക്ക് ചെയ്യുന്നു. വൗച്ചേഴ്സിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇത് ഉള്ളത് എഡ്യൂക്കേഷൻ മോഡൽ ആയതുകൊണ്ട് നമുക്ക് എല്ലാ ഡേറ്റും ഇതിൽ ഇടാൻ പറ്റൂല. ഒറിജിനൽ ഇതിൽ മാത്രമേ നമുക്ക് ഡിഫറെന്റ് ഡേറ്റ് ഇടാൻ പറ്റൂ. എഡ്യൂക്കേഷൻ ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ പിന്നെ ഡൗൺലോഡ് ചെയ്ത് ഇടാം കേട്ടോ, എഡ്യൂക്കേഷൻ വേർഷൻ. പിന്നെ എൻ്റെ ലാപ്പിൽ ഇത് ഓഫീസിലാണ് ഒറിജിനൽ ഉള്ളത്. ഇതിന്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് അത്യാവശ്യം ഇങ്ങനത്തെ ലെഡ്ജറും കാര്യങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്ത് നോക്കാം. പിന്നെ ടാലിന്റെ സൈറ്റ് കിട്ടും എഡ്യൂക്കേഷൻ മോഡൽ. പക്ഷെ അതിന്റെ ഒരു ഡിഫോൾട്ട് എന്താണെന്ന് വെച്ചാൽ എല്ലാ ഡേറ്റിലും നമുക്ക് എൻട്രി ഇടാൻ പറ്റില്ല. 2-3 ഡേറ്റിന് നമുക്ക് എൻട്രി 31 മാർച്ച് അങ്ങനെയുള്ള 1-2 ഡേറ്റിന് മാത്രമേ ഇടുള്ളൂ. ബാക്കിയൊക്കെ നമുക്ക് ഒറിജിനൽ ടാലി ചെയ്യുന്ന പോലെ തന്നെ ചെയ്യാം. ഓക്കെ, ഇനി നമ്മൾ ആദ്യത്തെ എൻട്രി എന്താണ്? സോൾഡ് ഗുഡ്സ് ടു രാജേഷ് അല്ലെ? അപ്പൊ അത് ഏതിലാണ് ഇടേണ്ടത്? ഇവിടെ കണ്ടോ, ഇവിടെ വൗച്ചർ ടൈപ്പ് ഉണ്ടാകും. F8 ആണ് സെയിൽസ് എന്നുള്ളത്. ഓക്കെ, അപ്പൊ നമ്മൾ രാജേഷിന് സാധനം വിറ്റു അല്ലേ നമ്മുടെ ഫസ്റ്റ് ലെഡ്ജർ ട്രാൻസാക്ഷൻ. അപ്പൊ F8 ക്ലിക്ക് ചെയ്യാം. F8 ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ വരും. കണ്ടോ, ഞാൻ പറഞ്ഞുതരാം. ക്യാഷ് ഓട്ടോമാറ്റിക്കലി ബൈ ഡിഫോൾട്ട് ആയിട്ട് ടാലിയിൽ ഉണ്ടാവും. ഓക്കെ, ക്യാഷിന്റെ ലെഡ്ജർ നമ്മൾ ക്രിയേറ്റ് ചെയ്യേണ്ട കാര്യമില്ല. ഇപ്പൊ രാജേഷിനാണ് നമ്മൾ വിറ്റത്. രാജേഷിന് വിറ്റു എന്നുള്ളതിൽ കൊടുത്തു. അപ്പൊ ബാക്കിയൊക്കെ നമുക്ക് ആവശ്യമില്ലാത്ത സാധനമാണെങ്കിൽ കൺട്രോൾ A ചെയ്താൽ അതങ്ങ് പോയിക്കോളും. ഓക്കെ, രാജേഷ് വിറ്റു എന്നുള്ളതാണ്. അപ്പൊ സെയിൽസ് ലെഡ്ജറിൽ സെയിൽസ്. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. പിന്നെ ഇപ്പൊ ഇവിടെ നെയിം ഓഫ് ഐറ്റം എന്ന് പറഞ്ഞിട്ടാണ് വന്നിട്ടുള്ളത്. ശരിക്കും പറഞ്ഞാല് പിന്നെ നമുക്ക് എന്ത് വേണ്ട? നെയിം ഓഫ് ഐറ്റത്തിന്റെ സെയിൽസ് അല്ല വേണ്ടത് നമുക്ക്. കാരണം നമ്മൾ ഐറ്റം ഒന്നും ക്രിയേറ്റ് ചെയ്തിട്ടില്ല. അപ്പൊ നമുക്ക് ഇവിടെ ഇങ്ങനെ ക്ലിക്ക് ചെയ്താൽ കാണുന്നുണ്ടല്ലോ ഇവിടെ ഐറ്റം ഇൻവോയ്സ്, അക്കൗണ്ടിങ് ഇൻവോയ്സ്, ആസ് വൗച്ചർ എന്ന് പറഞ്ഞിട്ട് കാണുന്നുണ്ടോ? അപ്പൊ ഇവിടെ അക്കൗണ്ടിങ് ഇൻവോയ്സ് നമ്മൾ സെലക്ട് ചെയ്യാം. ഐറ്റം ഇൻവോയ്സ് ആകുമ്പോൾ നമ്മളൊരു ട്രേഡിംഗ് കമ്പനിയിലൊക്കെ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ഐറ്റം ഇൻവോയ്സ് ചെയ്യേണ്ടത്. നമ്മൾ വെറും സർവീസിങ് കമ്പനിയിലൊക്കെ ആണെങ്കിൽ അക്കൗണ്ടിങ് ഇൻവോയ്സ് ആണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. അക്കൗണ്ടിങ് ഇൻവോയ്സ് സെലക്ട് ചെയ്യുമ്പോൾ ഇതിന്റെ ലെഡ്ജർ സെയിൽസിന്റെ വൗച്ചർ ടൈപ്പ് മാറി. നെയിം ഓഫ് ഐറ്റം ഒന്നും ഉണ്ടാവില്ല. ഇപ്പൊ രാജേഷ് അസോസിയേറ്റ്സ് എന്നുള്ളതിലേക്ക് വന്നു. കൺട്രോൾ A ചെയ്തു. ഇനി നമ്മൾ സെയിൽസ് എന്നുള്ളത് സെലക്ട് ചെയ്തു. സെയിൽസ് നമ്മൾ എത്രയാ പറഞ്ഞത്? 1800 അല്ലേ ആദ്യം പറഞ്ഞത്. അപ്പൊ 1800 എന്ന് പറഞ്ഞത് ഇതാണ് നമ്മുടെ ഫസ്റ്റ് എൻട്രി. അപ്പൊ ഇത് നമ്മളോട് ചോദിക്കുന്നത് ബിൽ നമ്പർ ഒക്കെയാണ് ചോദിക്കുന്നത്. ഏതാണ് ബിൽ നമ്പർ എന്നുള്ളത്? 1 ആണോ? അപ്പൊ നമ്മൾ ബിൽ നമ്പർ 1 എന്ന് കൊണ്ട് കൊടുക്കുന്നു. ഫിനാൻഷ്യൽ ഇയർ. ഡേറ്റ് നമ്മൾ ശ്രദ്ധിക്കണം. ഇതിൽ 31 മാർച്ച് 2023 ഉള്ളത്. അപ്പൊ ഡേറ്റ് ചേഞ്ച് ചെയ്യാൻ നമ്മൾ ചെയ്യേണ്ടത്
F2 അടിക്കണം, ഡേറ്റ് ചേഞ്ച് ചെയ്യാൻ. അപ്പൊ പിന്നെ 1/4/2024 കൊടുക്കാം. അപ്പൊ ആ ഒരു ട്രാൻസാക്ഷൻ നമ്മൾ എൻട്രി ഇട്ടു ടാലിയിൽ. ഇപ്പൊ ഇനി നമുക്ക് എന്ത് ചെയ്യാം, രാജേഷിന്റെ ലെഡ്ജറിൽ പോയി നോക്കാം. അതിൽ ഡിസ്പ്ലേ മോർ റിപ്പോർട്ട്സ് എന്ന് പറഞ്ഞൊരു സാധനം കണ്ടോ, അതിൽ പോവാം, അക്കൗണ്ട് ബുക്സ് പോവാം, ലെഡ്ജർ എന്നുണ്ടാകും. ആ ലെഡ്ജറിൽ പോയാൽ നമുക്ക് ഇങ്ങനെ, അതാ ഞാൻ പറഞ്ഞത് ഇന്നത്തെ കാലഘട്ടത്തിൽ എന്താ ആവശ്യമില്ല, നമുക്ക് ജസ്റ്റ് മനസ്സിലാക്കിയാൽ മതി. നമ്മൾ ആ ഡെബിറ്റും ക്രെഡിറ്റും മനസ്സിലായി തന്നെ ഇത് ഓട്ടോമാറ്റിക്കലി രാജേഷിന്റെ ലെഡ്ജറിൽ ഡെബിറ്റിൽ എന്തുണ്ട് 1800 എന്ന് പറഞ്ഞിട്ട് കണ്ട. ഇങ്ങനെയല്ല നമ്മൾ കണ്ടത്, ഡെബിറ്റ് സൈഡിൽ 1800 ഉണ്ട് സെയിൽസ് ആയതുകൊണ്ട്. ഓക്കെ, കാണുന്നുണ്ടോ? അപ്പൊ 1800 ക്ലോസിംഗ് ബാലൻസ്. ഇതിന്റെ മാം കാണുന്നുണ്ടോ? അശ്വതി മാം ചെറുതായത് കൊണ്ട് കാണാൻ ബുദ്ധിമുട്ടുണ്ട്, ഫോണിലായതുകൊണ്ട് അത്രയാണ്. കാണുന്നുണ്ട്. ഇതിന്റെ മാം എങ്ങനെയുണ്ട്, കാണുന്നുണ്ടോ? സെയിൽസ് 1800 കാണുന്നുണ്ട്. അതാ ഇത് രാജേഷിന്റെ ലെഡ്ജറാണ് നമ്മൾ ഓപ്പൺ ചെയ്തത്. ഇതന്നെയാണ് നമ്മൾ മാനുവലി ചെയ്തത്. കാരണം ഡെബിറ്റ് സൈഡിൽ 1800. ഓക്കെ, എന്തിന്റെ പേരിൽ? സെയിൽസിന്റെ പേരിൽ. ഇതന്നെയല്ലേ നമ്മൾ മാനുവലി കണ്ടത്. അതാ ഞാൻ പറഞ്ഞത്, മാനുവലി ജസ്റ്റ് ഇത് മനസ്സിലാക്കി വെച്ചാൽ മാത്രം മതി. നമ്മൾ എന്ത് എൻട്രി ഇടുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കലി എന്ത് വരും, അതിന്റെ ലെഡ്ജറിലേക്ക് ഓട്ടോമാറ്റിക്കലി പോയിക്കോളും. ക്ലിയർ ആയോ? ക്ലിയർ ആയോ അശ്വതി മാം? ക്ലിയർ ആയി സാർ. കാരണം കാണുന്നത് ഇവിടെ കാണുന്നത്. ഓക്കെ. ഇനി അടുത്തത് നമ്മൾ എന്താണ് പറഞ്ഞിട്ടുള്ളത്? അടുത്ത ട്രാൻസാക്ഷൻസ് നമ്മൾ എന്താ പറഞ്ഞത്? അടുത്ത ട്രാൻസാക്ഷൻ റെമിറ്റഡ് അല്ലെ. അതായത് അയാള് പൈസ തന്നു, 750 റുപ്യ തന്നു എന്നാണ് പറയുന്നത് അല്ലെ. 750 റുപ്യ തന്നു എന്ന് പറയുമ്പോ, ഇപ്പൊ സ്ക്രീൻ ഷെയർ ഒരു മിനിറ്റ്. 750 റുപ്യ തന്നു എന്ന് പറയുമ്പോ എങ്ങനെയാണ് നമ്മൾ എൻട്രി ഇടുക ടാലിയില്? 750 റുപ്യ നമുക്ക് തന്നു എന്ന് പറയുമ്പോൾ നമ്മൾ എൻട്രി ഇടേണ്ടത് നമ്മൾ ഏത് വൗച്ചറിലേക്ക് പോകണം? ഇപ്പൊ ടാലി കാണുന്നുണ്ടല്ലോ? ഇല്ല സാറേ, ടാലി കാണുന്നില്ലേ? കാണുന്നുണ്ട്. പിന്നെ ഇന്നലെ ഇത് കണ്ടിരുന്നു, ഈ ലെഡ്ജർ ശ്രദ്ധിച്ചിരുന്നോ? ഇപ്പൊ കാണുന്നുണ്ടോ ടാലി? കണ്ടായിരുന്നു. അതായത് രാജേഷില് ഡെബിറ്റ് സൈഡിൽ 1800 സെയിൽസ് എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, ഇതന്നെയാണ് നമ്മൾ മാനുവലി അക്കൗണ്ട് ചെയ്യുമ്പോൾ ഉണ്ടാവുന്നത്. മനസ്സിലായോ? ക്ലോസിംഗ് ബാലൻസ് 1800. ഓക്കെ, ഇനി നമ്മൾ അടുത്തത് നമ്മൾ എൻട്രി ഇടുന്നത് അയാള് പൈസ തന്നു എന്നുള്ളതാണ്. 750 റുപ്യ പൈസ തന്നു. 750 റുപ്യ പൈസ തരുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ എടുത്തേക്ക് പോകണം, വൗച്ചേഴ്സിൽ. ആദ്യം വൗച്ചേഴ്സിൽ പോവാം. വൗച്ചേഴ്സ് എന്നുള്ളതിലേക്ക് ക്ലിക്ക് ചെയ്തിട്ടാകുമ്പോ ഏത് വൗച്ചർ സെലക്ട് ചെയ്യണം? ഇവിടെ ഓരോ വൗച്ചറിന്റെ പേരുണ്ടാവും, പേയ്മെന്റ്, റെസീപ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ട്. നമ്മൾ F6 എന്നുള്ള റെസീപ്റ്റിലേക്ക് പോകണം. അപ്പൊ റെസീപ്റ്റ് എന്നുള്ളത് എൻട്രി ഇട്ടു. റെസീപ്റ്റ് ഇടുമ്പോൾ നമ്മളോട് ചോദിക്കുന്നത് പിന്നെ ഇൻവോയ്സ് എന്തെങ്കിലും റെഫറൻസ് നമ്പർ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളതൊക്കെയാണ്. ഓക്കെ, റെഫറൻസ്. അപ്പൊ ആരെ ക്രെഡിറ്റ് ചെയ്യണം? രാജേഷിന് അക്കൗണ്ടിനെ ക്രെഡിറ്റ് ചെയ്യണം. രാജേഷ് എന്നുള്ളത് അല്ലെ. അപ്പൊ 750 രൂപ തന്നു. പിന്നെ അഗെയിൻസ്റ്റ് റെഫറൻസ്, ഈ ഒന്നാമത്തെ ബില്ലിന്റെ അഗെയിൻസ്റ്റ് ആണോ എന്നാണ് ചോദിക്കുന്നത് ടാലി. ഓക്കെ, അതെ, ഒന്നാമത്തെ ബില്ലിന്റെ അഗെയിൻസ്റ്റ് ആണ് നമുക്ക് പൈസ കിട്ടിയത് 750 റുപ്യ. ഏതിന് ഡെബിറ്റ് ചെയ്യണം? ക്യാഷിന് ഡെബിറ്റ് ചെയ്യണം. അപ്പൊ 750 റുപ്യ. ഓക്കെ, ഇവിടെ നമ്മൾ ഈ എൻട്രി അങ്ങ് പാസ് ചെയ്തിട്ടാകുമ്പോ നമ്മൾ രാജേഷിന്റെ ലെഡ്ജർ എടുത്ത് നോക്കുവാണെങ്കിൽ ഡിസ്പ്ലേ അക്കൗണ്ട് ബുക്സ് ലെഡ്ജർ രാജേഷ് എടുത്ത് നോക്കുമ്പോ ഇപ്പൊ എന്ത് കണ്ടു? 1800 സെയിൽ ചെയ്തു, പുള്ളി 750 റുപ്യ തന്നു. ഇനി എത്ര തരാനുള്ളത്? 1050 രൂപ. കണ്ടോ ക്ലോസിംഗ് ബാലൻസ്? കാണുന്നുണ്ടോ? കാണുന്നുണ്ട്. ഇന്ദിരാദേവി കാണുന്നുണ്ടോ? കാണുന്നില്ല. 750, അതായത് 1800 സെയിൽ ചെയ്തു, 750 രാജേഷിന്റെ അടുത്ത് കിട്ടി. അപ്പൊ തരാൻ ഇനി ബാലൻസ് 1050 രൂപ. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഇനി അടുത്ത എൻട്രി എന്താന്ന് പിന്നെ മാഡം അശ്വതി മാം ഇനി എന്താ പറഞ്ഞത്? പർച്ചേസ് ഗുഡ്സ് ഫ്രം രാജേഷ്. പർച്ചേസ് ഗുഡ്സ് ഫ്രം രാജേഷ് അല്ലെ.
കാണുന്നുണ്ട്, ടാലി കാണുന്നുണ്ടല്ലോ അല്ലെ? പർച്ചേസ് ഗുഡ്സ് ഫ്രം രാജേഷ് എന്ന് പറയുമ്പോൾ നമ്മൾ ഏത് വൗച്ചർ ടൈപ്പ് സെലക്ട് ചെയ്യണം? പർച്ചേസിന്റെ F9. ഓക്കെ. അപ്പൊ ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇതിൽ നമ്മൾ ഈ ഐറ്റംസ് തന്നെ ഉള്ളത്, സാധാരണയാണ് ഉള്ളത്. ഈ നമുക്ക് ഇൻവോയ്സ് നമ്മൾക്ക് എങ്ങനെ ചേഞ്ച് ചെയ്യണമെന്ന് വെച്ചാൽ ഈ ചേഞ്ച് മോഡ് കണ്ട ഈ സൈഡിൽ ഇത് നമ്മൾ സെലക്ട് ചെയ്യണം. ഇപ്പൊ ഐറ്റം ഇൻവോയ്സ് വന്നതെന്ന് വിചാരിക്കും. അപ്പൊ നമ്മളൊരു സർവീസ് ബില്ല ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അത് ചേഞ്ച് മോഡ് പോകുമ്പോൾ നമ്മളോട് പറയും ഇങ്ങനെ 3 ഇൻവോയ്സ് ടൈപ്പ് ഉണ്ട്. ഐറ്റം ഇൻവോയ്സ്, അക്കൗണ്ടിങ് ഇൻവോയ്സ്, ഒരു വൗച്ചർ പോലെ ചെയ്യണമെന്നത്. അപ്പൊ നമുക്ക് ഒരു ട്രേഡിംഗ് കമ്പനിയിലാണ് നിങ്ങൾ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ എപ്പോഴും ഏതിലേക്ക് സെലക്ട് ചെയ്യണം? ഐറ്റം ഇൻവോയ്സ്. കാരണം അവിടെ ഓരോ ഐറ്റം ആയിട്ടല്ലേ വെക്കുന്നുണ്ടാവുക. അപ്പൊ ഇൻവോയ്സും എന്താക്കണം? ഐറ്റം ഇൻവോയ്സ് ആക്കണം. ഒരു സർവീസിങ് കമ്പനിയിലാണെങ്കിൽ അവിടെ എന്ത് വേണ്ടി വരില്ല? ഐറ്റം വൈസ് വേണ്ടി വരില്ല. അപ്പൊ അന്നേരം അക്കൗണ്ടിങ് ഇൻവോയ്സിൽ കൊടുക്കണം. ഇത് അക്കൗണ്ടിങ് ഇൻവോയ്സ് തന്നെയാണ്. ഇവിടെ സപ്ലയറുടെ റെഫറൻസ് നമ്പർ ആണ് ചോദിക്കുന്നത്. അത് സപ്ലയറുടെ ബിൽ നമ്പർ. ഓക്കെ, അത് കൊടുക്കുക. 14/2020 ആരെടുക്കുന്നതാണ് വാങ്ങിയത് എന്നുള്ളതാണ് ചോദിക്കുന്നത്. രാജേഷിന്റെ എടുക്കുന്നത് വാങ്ങി. അപ്പൊ രാജേഷിന്റെ എടുക്കുന്ന വാങ്ങിയിട്ടാകുമ്പോ പർച്ചേസ് എത്ര പൈസയാണ്? എത്ര പൈസയൊക്കെ വാങ്ങിയിട്ടുള്ളത്? 600 രൂപ. 600 രൂപ അല്ലെ? 600. ഇത് ചോദിക്കുന്നത് ഏത് ബിൽ നമ്പർ എത്രയാണെന്നൊക്കെ ചോദിക്കുന്നത്. ന്യൂ റെഫറൻസ്. ഇത് നമ്മൾ എൻട്രി ഇട്ടിട്ടാകുമ്പോ ആദ്യം രാജേഷിന്റെ ലെഡ്ജറിലേക്ക് പോയി നോക്കുമ്പോ ഡിസ്പ്ലേ അക്കൗണ്ട് ബുക്സ്, ലെഡ്ജർ, രാജേഷ്. അപ്പൊ കണ്ടോ, പിന്നെ 600 രൂപക്ക് സാധനം വാങ്ങപ്പോ ഇനി എത്ര രാജേഷ് തരാനുള്ളൂ? 450 രൂപ തരാനുള്ളൂ. കണ്ടോ താഴെ ക്ലോസിംഗ് ബാലൻസ് കാണുന്നുണ്ടോ? അപ്പൊ ഇങ്ങനെയാണ് ഇതാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇന്നത്തെ കാലത്ത് പിന്നെ ജസ്റ്റ് ഇതൊന്ന് മനസ്സിലാക്കി വെക്കണം. ലെഡ്ജർ എന്താണെന്നുള്ളത്, എങ്ങനെയാണ് പോസ്റ്റിംഗ് നടത്തുന്നത്. പിന്നെ ലെഡ്ജർ പോസ്റ്റിംഗ് അറിഞ്ഞിട്ടില്ല എന്നുള്ളത് കൊണ്ട് എന്തില്ല, വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. ഇനി ക്യാഷ് റിസീവ്ഡ് ഫ്രം രാജേഷ് എന്താ എൻട്രി ഇടുക? ക്യാഷ് റിസീവ്ഡ് ഫ്രം രാജേഷ്. ഇനി പിന്നെ ടാലി പഠിച്ചിട്ടുണ്ടോ? ഇന്ദ്രദേവൻ പഠിച്ചിട്ടുണ്ടോ? ടാലിയും ഞാൻ 2003 പഠിച്ചതാ സാറേ. ഇപ്പൊ ഞാൻ വലിയ ഓർമ്മയൊന്നും ഇല്ല. അശ്വതി മാം നോക്കിയിരുന്നോ? അപ്പൊ ഈടുന്ന് നമുക്ക് ഇതിപ്പോ രാജേഷ് അസോസിയേറ്റ്സിന്റെ ലെഡ്ജറാണ്. ഓക്കെ. ഇനി ഈടുന്ന് നമുക്ക് അടുത്ത വൗച്ചറിലേക്ക് പോകണമെങ്കിൽ നമ്മൾ എക്സ്പേർട്ട് ആയാലും ഇനി ആദ്യം ബാക്കോട്ട് പോയി വൗച്ചർ ഒന്നും പോകേണ്ട കാര്യമില്ല. ഇത് നമുക്ക് Alt A എന്ന് പറഞ്ഞാല് ഷോർട്ട് കട്ട് ആണ്. Alt A എന്ന് പറഞ്ഞാൽ വൗച്ചറിലേക്ക് പോകും. ഓക്കെ. അപ്പൊ അടുത്ത എൻട്രി എന്താണ്? ക്യാഷ് റിസീവ്ഡ് ആണ് അല്ലെ? ക്യാഷ് റിസീവ്ഡ് ഫ്രം രാജേഷ് അല്ലേ പറയുന്നത്? അപ്പൊ അങ്ങനെയാകുമ്പോ നമ്മൾ ഏതിലേക്ക് പോകണം? വൗച്ചർ ടൈപ്പ് റിസീപ്റ്റില് പോണം. F6 റിസീപ്റ്റില്. ഓക്കെ. അപ്പൊ അതിൽ പോണം. അപ്പൊ ഏതിന് ക്രെഡിറ്റ് ചെയ്യണം? രാജേഷിന് ക്രെഡിറ്റ് ചെയ്യണം. എത്ര പൈസ തന്നത്? 200 രൂപ അല്ലേ? 200 രൂപ തന്നു. അപ്പൊ ഏത് അഗെയിൻസ്റ്റ് റെഫറൻസ് ചോദിക്കും. അപ്പൊ ഞാൻ പറഞ്ഞു ആ സെയിൽസ് ബില്ലിന് അഗെയിൻസ്റ്റ് ആണ് പുള്ളി പൈസ തന്നത് എന്ന് പറയുന്നു. ക്യാഷിന് ഡെബിറ്റ് ചെയ്യണം, ക്യാഷ് കിട്ടുന്നുണ്ട്. ഓക്കെ. ഇനി നോക്കുമ്പോൾ ഈ ഒരു 200 എൻട്രിയും കൂടി കിട്ടുമ്പോൾ എത്ര തരാനുണ്ട് രാജേഷ്? 250 രൂപ തരാനുണ്ട്. ഓക്കെ. ഇനി രാജേഷിന് സാധനം വിറ്റു അല്ലെ? സോൾഡ് ഗുഡ്സ് ടു രാജേഷ് 300 രൂപ രാജേഷിന് വിറ്റു. അപ്പൊ ഇതിലേക്ക് പോണം F8 സെയിൽസിലേക്ക്. നമ്മള് സെയിൽസ് വൗച്ചർ അല്ലേ എൻട്രി ഉണ്ട്. അതിന് സൺഡ്രി ഡെറ്റേഴ്സ് നമ്മൾ ഓൾറെഡി ക്രിയേറ്റ് ചെയ്ത് വെച്ചു ലെഡ്ജർ. ഓക്കെ. ഏത് വൗച്ചറിൽ പോകണം നമ്മൾ സെയിൽ ചെയ്യുമ്പോൾ? സെയിൽസ് വൗച്ചറിൽ. ക്ലിയർ ആയോ മാം? മാഡം ക്ലിയർ ആണോ? മനസ്സിലായി സാറേ. കാരണം ഞാൻ സ്പീഡ് പോയിട്ടൊക്കെ പറയണം, കാരണം നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആണെന്നൊക്കെ പറയണം. ഓക്കെ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു? രാജേഷിനാണ് നമ്മൾ വെക്കുന്നത്. രാജേഷിനെ ഡെബിറ്റ് ചെയ്യുന്നു. രാജേഷിന്റെ പേരവിടെ കൊടുക്കുന്നു. ഇനി സെയിൽസ് 300 രൂപ. അപ്പൊ ഇപ്പൊ രാജേഷിന്റെ ലെഡ്ജർ നോക്കുമ്പോ എന്താ അവസ്ഥ? 300 രൂപ സെയിലും ചെയ്തപ്പോ 550 രൂപ രാജേഷ് തരാനുണ്ട്. ഓക്കെ. ഇനി രാജേഷ് എന്ത് ചെയ്യുന്നു? ആ സാധനം ബുക്ക് തിരിച്ച് അയക്കുന്നു.
പിന്നെ നമുക്ക് വേണമെങ്കിൽ രാജേഷ് ആ പൈസ തന്നു എന്നുള്ളത് ഇത് ചെയ്യാം. ഓക്കെ, രണ്ടും ഒരേ എഫക്റ്റ് ആണ് സെയിൽസ് റിട്ടേണിന്റെ. ഇനി ആൾട്ട് എ ഇവിടുന്ന് ചെയ്യുന്നു. ഒരു 300 രൂപ രാജേഷ് തരുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ ഏതിലേക്കാ പോകേണ്ടത്? രാജേഷ് തരുമ്പോൾ ഏത് വൗച്ചറിലേക്കാ പോകേണ്ടത്? റിസീപ്റ്റില് അല്ലെ? റിസീപ്റ്റ് എന്ന് പറഞ്ഞ സാധനം കണ്ടു. രാജേഷ് പൈസ തരുമ്പോൾ നമ്മൾ റിസീപ്റ്റില് പോണം. റിസീപ്റ്റില് F6 പോണം. അപ്പൊ ആരെ ക്രെഡിറ്റ് ചെയ്യണം? സെയിൽസ് റിട്ടേൺ റിസിപ്റ്റിൽ അല്ല, സെയിൽസ് റിട്ടേൺ അല്ല. സെയിൽസ് റിട്ടേൺ ഞാൻ എന്ത് ചെയ്തു? അത് എമൗണ്ട് ആയിട്ട് കൺസിഡർ ചെയ്തു. രണ്ടും ഒരേ എഫക്റ്റ് ആണല്ലോ. സെയിൽസ് റിട്ടേൺ ആയാലും എമൗണ്ട് തരുന്നതും. ഓക്കെ, അല്ലെങ്കിൽ ആദ്യം ആ ലെഡ്ജർ ക്രിയേറ്റ് ചെയ്യണം. അതുകൊണ്ടാണ് ഞാൻ റിസീപ്റ്റ് ആയിട്ട് കാണിക്കാന്ന് പറഞ്ഞത്. ഓക്കെ, പിന്നെ സെയിൽസ് റിട്ടേൺ അങ്ങനെയല്ല ചെയ്യേണ്ടത്. സെയിൽസ് റിട്ടേൺ കാണിച്ചിട്ടുണ്ടെങ്കിൽ ഒരു മിനിറ്റ്, അത് നമ്മൾ ക്രെഡിറ്റ് നോട്ടിലാണ് നമ്മൾ ചെയ്യേണ്ടത്. ഓക്കെ, അതർ വൗച്ചേഴ്സിൽ പോയിട്ട് നമുക്ക് ക്രെഡിറ്റ് നോട്ടൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? ആക്റ്റീവ് ചെയ്യണം. ഇതിൽ കിട്ടുമോന്ന് അറിയില്ല, എഡ്യൂക്കേഷൻ മോഡ് ആയതുകൊണ്ട് ക്രെഡിറ്റ് നോട്ടിൽ പോകണം. ഓക്കെ, കിട്ടിയിട്ടുണ്ട്. അപ്പൊ അസോസിയേറ്റ്സ് നമുക്ക് ഇതാക്കും, നമ്മൾ അവർക്ക് ക്രെഡിറ്റ് നോട്ട് കൊടുക്കുന്നത്, കാരണം സെയിൽസ് റിട്ടേൺ ആയതുകൊണ്ട്. ഓക്കെ, അത് നിങ്ങൾക്ക് കുറച്ച് കൺഫ്യൂഷൻ ആവുന്ന പറഞ്ഞുകൊണ്ടാണ് ഞാൻ പിന്നെ ആ രീതിയിലേക്ക് പോകാനുണ്ട്. ഇപ്പൊ രാജേഷ് അസോസിയേറ്റ്സ് എന്ന് പറഞ്ഞിട്ട് കൊടുക്കുന്നു, കൺട്രോൾ എ. ഇനി ലെഡ്ജർ എന്ന് പറയുന്നത് സെയിൽസ് റിട്ടേൺ ആണ് അല്ലെ? സെയിൽസ് റിട്ടേൺ. സെയിൽസ് റിട്ടേൺ അണ്ടർ ഏതിൽ വരും? ഏതിലെ വരുവോ സെയിൽസ് റിട്ടേൺ ലെഡ്ജർ? സെയിൽസിന്റെ ഭാഗം. കാരണം നമ്മൾ സെയിൽസിൽ സെയിൽ ചെയ്യുന്നതും സെയിൽസ് റിട്ടേൺ, കാരണം നമ്മൾ സെയിൽ അത്രയും കുറയല്ലേ ചെയ്യുന്നത്. അപ്പൊ സെയിൽസും സെയിൽസ് റിട്ടേൺ ഒക്കെ നമ്മൾ അണ്ടർ ഏതിൽ തന്നെ കൊണ്ടുവരണം? സെയിൽസ് അക്കൗണ്ടിൽ തന്നെ കൊണ്ടുവരണം. ഓക്കെ, കാരണം 1300 രൂപയ്ക്ക് ഞാൻ വിറ്റു, പക്ഷെ അത് അന്നേരം എന്ത് ചെയ്തു? നമ്മൾ സെയിൽസിനെ ക്രെഡിറ്റ് ചെയ്തു. ഓക്കെ, ഇതേ ഗ്രൂപ്പിൽ നമ്മൾ ഡെബിറ്റ് ചെയ്താലല്ലേ അത് നള്ളി സീറോ ആവുള്ളൂ. ശരിക്കും പറഞ്ഞാൽ ആ സെയിൽസ് ചെയ്ത സാധനം തിരിച്ചു വരുമ്പോൾ സെയിൽ ശരിക്കും സീറോ ആവില്ലേ ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ടാണ് രണ്ടും ഒരേ ഗ്രൂപ്പിൽ തന്നെ ഇട്ടത്. ക്ലിയർ ആയി ഞാൻ പറഞ്ഞത്? എന്തുകൊണ്ടാണ് സെയിൽസ് റിട്ടേണിനെ സെയിൽസിന്റെ ഗ്രൂപ്പിൽ തന്നെ ഇട്ടത്? സെയിൽ ചെയ്യുമ്പോഴും സെയിൽസിന്റെ ലെഡ്ജർ നമ്മൾ ഏതിലാണ് ഉള്ളത്? സെയിൽസ് അക്കൗണ്ട്സ് എന്നുള്ള ഗ്രൂപ്പിലാണ് ഉള്ളത്. ഓക്കെ, ഞാൻ സെയിൽ ചെയ്യുമ്പോൾ സെയിൽസിനെ ക്രെഡിറ്റ് ചെയ്യുന്നു, രാജേഷിനെ ഡെബിറ്റ് ചെയ്യുന്നു. അപ്പൊ ഞാൻ പറയുന്നു എനിക്ക് 300 രൂപേന്റെ സെയിൽ നടന്നു എന്ന് പറയുന്നത്. പക്ഷെ ഈ സാധനം രാജേഷ് തിരിച്ച് അയക്കുന്നു. അപ്പൊ ശരിക്കും സെയിൽസ് സീറോ ആവുമല്ലേ ചെയ്യുന്നത്? 100 രൂപ ഇങ്ങോട്ടേക്ക് അയക്കുമ്പോൾ സീറോ ആവുന്നത്. അപ്പൊ നമ്മൾ അതും ഏതിന്റെ ഗ്രൂപ്പിൽ തന്നെ കൊണ്ടുവരണം? സെയിൽസിന്റെ ഗ്രൂപ്പിൽ തന്നെ. എന്നാലും നമുക്ക് കറക്റ്റ് സെയിൽ എത്രയാണെന്ന് മനസ്സിലാവുള്ളൂ. ക്ലിയർ ആയോ? മനസ്സിലായി. ഓക്കെ, അതുകൊണ്ടാണ് സെയിൽസ് റിട്ടേൺ സെയിൽസിന്റെ അക്കൗണ്ടിൽ തന്നെ കൊണ്ടുവരുന്നത്. ഓക്കെ, അപ്പൊ 300 രൂപ. 300 രൂപ അഗെയിൻസ്റ്റ് നമ്മള് ഈ ഒരു സാധനത്തിന്റെ കാര്യം. ഇനി നമ്മൾ രാജേഷിന്റെ ലെഡ്ജർ എടുക്കുമ്പോൾ 250 രൂപയാണ് തരാനുള്ളത്. ഇതന്നെ നമുക്ക് മാനുവലി ചെയ്യുമ്പോഴും കിട്ടിയത്. ഈ രണ്ട് മനസ്സിലായ? അതായത് രാജേഷിനെ ക്രെഡിറ്റ് ചെയ്യുന്ന എടുക്കുക, ക്രെഡിറ്റ് സൈഡിൽ തന്നെ ഏത് പേരിലാണ് ക്രെഡിറ്റ് ചെയ്യുന്നത്, പിന്നെ ഡെബിറ്റ് ചെയ്യുന്നത് ഡെബിറ്റ് സൈഡിൽ തന്നെ എന്തിന്റെ പേരിലാണ് ഡെബിറ്റ് ചെയ്യുന്നത്. ക്ലിയർ ആയോ? ഇതന്നെയാണ് നമുക്ക് ഏതിലും കിട്ടിയത്. മാനുവലി ചെയ്യുമ്പോൾ 250 രൂപ തരാനുണ്ടെന്നല്ലേ ഉള്ളത് ഡെബിറ്റ് ബാലൻസിൽ. ഓക്കെ, ഇങ്ങനെയാണ് ടാലിയിൽ ചെയ്യുന്നത്. ഇനി വേണമെങ്കിൽ നമുക്ക് ഇതെന്താന്ന് വെച്ചാൽ സുഖമാണ്. സെയിൽസിന്റെ ലെഡ്ജർ എടുത്ത് നോക്കാം. സെയിൽസിന്റെ ലെഡ്ജർ എടുത്ത് നോക്കുമ്പോൾ നമുക്ക് എന്ത് മനസ്സിലാകുന്നു? 1800 രൂപയും 300 രൂപയും 2200 സെയിൽ ചെയ്തു. മനസ്സിലായോ? 2200 സെയിൽ ചെയ്തിട്ടുണ്ട്. ഓക്കെ, പക്ഷെ ശരിക്കും നമ്മൾ 2200 സെയിലിൽ 300 രൂപ തിരിച്ചു വന്നിട്ടില്ലേ? അത് നമുക്ക് നോക്കാം. അപ്പൊ അത് ഇതിങ്ങനെ നോക്കാം. ഇനി ഇപ്പൊ സെയിൽസ് റിട്ടേണിന്റെ ഇത് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും 300 രൂപ ഡെബിറ്റ് ബാലൻസ് റിട്ടേൺ അടിച്ചു എന്നുള്ളത് മനസ്സിലാകും. ഇനി ക്ലിയർ ആയല്ലോ? ഇങ്ങനെ നമുക്ക് ലെഡ്ജർ നോക്കാം. ഇനി നമുക്ക് ഗ്രൂപ്പിൽ നോക്കിയാല് ഗ്രൂപ്പ് സമ്മറി ഉണ്ട്. അതിൽ നമ്മൾ സെയിൽസ് അക്കൗണ്ട്സിൽ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും 2200 സെയിലും നടന്നിട്ടുണ്ട്, 300 രൂപ സെയിൽസ് റിട്ടേണും നടന്നിട്ടുണ്ട്. ഓക്കെ, സെയിൽസിന്റെ രജിസ്റ്റർ നോക്കിയാൽ അപ്പൊ നമുക്ക് നെറ്റ് സെയിൽസ് എത്രയാണെന്ന് മനസ്സിലാവും. അതേപോലെ നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്നുള്ള ഒരു സാധനം ഉണ്ട്. അത് നമ്മൾ എടുക്കുമ്പോൾ നമ്മൾ എപ്പോഴും സെയിൽസ് പറയുമ്പോൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രകാരമാണ് പറയേണ്ടത്. കണ്ടോ, ഇവിടെ 1800 രൂപയേ ഉള്ളൂ. ശരിക്കും എന്തുകൊണ്ട് 1800 രൂപ ആയത്? 2200 ഉണ്ടായിരുന്നു, പിന്നെ പക്ഷെ 300 രൂപ എന്ത് നടത്തി? സെയിൽസ് റിട്ടേൺ നടത്തി. അപ്പൊ ഇത് നമുക്ക് ഡീറ്റെയിൽ അറിയണമെങ്കിൽ നമ്മൾ ഇതിലേക്ക് എഡ്യൂക്കേഷൻ വേർഷന്റെ ചെറിയ പ്രശ്നമാണ്, അത് ഡീറ്റെയിൽ കിട്ടാൻ ചാൻസ് ഇല്ല. ഇത് നമ്മൾ എടുത്തു നോക്കുമ്പോൾ ഇവിടെ ഓപ്പൺ ചെയ്യുമ്പോൾ മനസ്സിലാകുന്നുണ്ട് 2200 സെയിലും 300 സെയിൽസ് റിട്ടേണും. അതുകൊണ്ടാണ് 1800 രൂപ നെറ്റ് സെയിൽ ആണെന്ന് മനസ്സിലാവുന്നത്. ക്ലിയർ ആയോ? ഓക്കെ,
പിന്നെ ഇപ്പൊ ഏതാണ്ട് പിന്നെ ലെഡ്ജറിന്റെ ഒരു ഐഡിയ മനസ്സിലായില്ലേ? ലെഡ്ജർ മാനുവലി ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിലും ലെഡ്ജർ നമുക്ക് നമ്മൾ ശരിക്കും പഠിക്കേണ്ടതിൽ ഡെബിറ്റും ക്രെഡിറ്റും ആണ്. കാരണം അത് നമ്മൾ ചെയ്യുമ്പോൾ ലെഡ്ജറിലേക്ക് നമ്മുടെ സോഫ്റ്റ്വെയർ ഓട്ടോമാറ്റിക്കലി ചെയ്തോളും. അത് നമ്മൾ അറിയണമെന്നില്ല. ക്ലിയർ ആയോ? മനസ്സിലായി സാറേ. ഇതിൽ എന്തെങ്കിലും സംശയം ഉണ്ടാവും? ഇതിൽ ഞാൻ ജസ്റ്റ് ഒന്ന് ട്രയൽ ബാലൻസ് ഇതിൽ എടുത്തു തരാം. ട്രയൽ ബാലൻസ് നോക്കുമ്പോ കണ്ടോ, കറണ്ട് അസറ്റ്സ് എന്നുള്ളതിൽ ഡെബിറ്റിലാണ് ഉള്ളത് 1200. എന്തുകൊണ്ടാണ് കറണ്ട് അസറ്റ്സിന്റെ ഡീറ്റെയിൽ അറിയണമെങ്കിൽ ഇവിടെ എൻട്രി ഇട്ടാലും മനസ്സിലാക്കും. സൺട്രി ഡെറ്റേഴ്സും ക്യാഷ് ഇൻ ഹാൻഡും ആണ് കറണ്ട് അസറ്റ്സ്. അതിനെന്തുകൊണ്ടാണ് ഡെബിറ്റ് ബാലൻസ് വരുന്നത്? അസറ്റിന് എപ്പോഴും എന്താണ്? ഡെബിറ്റ് ബാലൻസ് ആണ്. ഓക്കെ, സെയിൽസ് എന്ന് പറയുന്നത് ഒരു ഇൻകം ആണ്. അതുകൊണ്ട് സെയിൽസിന് ക്രെഡിറ്റും ഉണ്ട്. പിന്നെ സെയിൽസ് റിട്ടേൺ എന്ന് പറയുന്നത് എന്താണ്? ഡെബിറ്റ് ബാലൻസ് ആണ്. അപ്പൊ നെറ്റ് സെയിൽസ് എന്ന് പറയുന്നത് 1800 രൂപയാണ്. പർച്ചേസ് എന്ന് പറയുന്നത് ഒരു എക്സ്പെൻഡിച്ചർ ആയതുകൊണ്ട് അതിനെന്ത് ബാലൻസ് ആണ്? ഡെബിറ്റ് ബാലൻസ് ആണ് ഉള്ളത്. ക്ലിയർ ആയോ? ഇങ്ങനെയാണ് ട്രയൽ ബാലൻസ് ടാലി ആവുന്നത്. 2200 രൂപ പിന്നെ ടോട്ടൽ സെയിൽസ് ഉണ്ടായിരുന്നു. അതെങ്ങനെ ടാലി ആക്കിയത്? 1200 രൂപ അതിന്റെ ക്യാഷ് ആയിട്ടും നമ്മളെ കയ്യിൽ ക്യാഷും ഉണ്ട്, പൈസ തരാനുണ്ട്, സൺട്രി ഡെറ്റേഴ്സ്. പിന്നെ 300 രൂപ സെയിൽസ് റിട്ടേൺ ഉണ്ട്, 600 രൂപ എന്തുണ്ട്? പർച്ചേസിലുണ്ട്. അങ്ങനെയാണ് ട്രയൽ ബാലൻസിന്റെ ഡെബിറ്റും ക്രെഡിറ്റും ടാലി ആവുന്നത്. ക്ലിയർ ആയോ? ക്ലിയർ ആണോ? ക്ലിയർ സർ. ക്ലിയർ ആകുന്നതൊക്കെ മാത്രം ക്ലിയർ ആണെന്ന് പറഞ്ഞാൽ മതിയെ. ഇതിപ്പോ ശരിക്കും 2100 അത് ഇപ്പത്തെ ടാലി ആയത് എങ്ങനെയാന്ന് മനസ്സിലായി. അതായത് നമ്മൾ എല്ലാ കമ്പനീന്റെയും ട്രയൽ ബാലൻസ് ടാലി ആവും. അതായത് ട്രയൽ ബാലൻസ് ടാലി ആയിട്ടിലേക്ക് എന്താ അർത്ഥം എന്ന് വെച്ചാല്, നിങ്ങളുടെ ലെഡ്ജർ നിങ്ങൾ പോസ്റ്റ് ചെയ്തിട്ടില്ലേ, അത് എവിടെയും മിസ്റ്റേക്ക് ഉണ്ടെന്നാണ്. അപ്പൊ പിന്നെ കാരണം എല്ലാ ഡെബിറ്റിനും ഇത് ഉണ്ടാവണം, ക്രെഡിറ്റ് ഉണ്ടാവണം. ഓക്കെ, അപ്പൊ നിങ്ങൾ ട്രയൽ ലെഡ്ജർ പോസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ ഡെബിറ്റോ ക്രെഡിറ്റോ എന്തെങ്കിലും മാറിപ്പോയിട്ടുണ്ടെങ്കിലാണ് ട്രയൽ ബാലൻസ് എന്ത് ചെയ്യാതിരിക്കുക? ടാലി ആവാതിരിക്കുക. മനസ്സിലായില്ലേ? 2200 ക്രെഡിറ്റിലുള്ളതിൽ എങ്ങനെയൊക്കെയാണ് വന്നിട്ടുള്ളത്? 1200 പിന്നെ 2200 ആണ് ഞാൻ സെയിൽ അടിച്ചത്, അതാണ് എന്റെ ക്രെഡിറ്റ് ബാലൻസ്. ഓക്കെ, സെയിൽസ് ക്രെഡിറ്റ് ആയതുകൊണ്ട് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡെബിറ്റ് എങ്ങനെയൊക്കെയാണ് വന്നിട്ടുള്ളത്? ഒന്ന് 250 രൂപ രാജേഷ് തരാനുണ്ട് എന്നുള്ളത്. ഓക്കെ, ബാക്കിയുള്ളതോ? അങ്ങനെ മനസ്സിലാക്കണം ഈ സാധനം. പിന്നെ ബാക്കിയുള്ളത് എങ്ങനെയാ? 950 എനിക്ക് ക്യാഷ് ആയിട്ട് തന്നിട്ടുണ്ട് രാജേഷ്, ഈ 2200. ഓക്കെ, 250 രൂപ രാജേഷ് തരാനുണ്ട്, 950 രൂപ എന്തുണ്ട്? രാജേഷ് ക്യാഷ് ആയിട്ട് തന്നിട്ടുണ്ട്. ഓക്കെ, പിന്നെ പറയുന്നത് 300 രൂപ രാജേഷ് എന്ത് ചെയ്തു? രാജേഷ് സെയിൽസ് റിട്ടേൺ നടത്തും. ഓക്കെ, പിന്നെ 600 രൂപ എന്താക്കി? ഞാൻ രാജേഷിന് എടുക്കുന്ന പർച്ചേസുകൾ ചെയ്തു. അങ്ങനെയാണ് ഈ 2200 ടാലി ആയിട്ട് വരുന്നത്. ക്ലിയർ ആയോ? ക്ലിയർ അല്ലേ? ക്ലിയർ അല്ലേ അശ്വതി മാം? സർ ഇത് ഇങ്ങനെ ഇപ്പൊ ക്ലിയർ ആയിട്ടുണ്ട്. അതായത് അക്കൗണ്ട്സ് ഡബിൾ എൻട്രി സിസ്റ്റം ആണ്. അപ്പൊ അതിന് ആനുപാതികമായിട്ടുള്ള ക്രെഡിറ്റിന് ആനുപാതികമായിട്ടുള്ള ഡെബിറ്റ് ഉണ്ടാകുന്നതാണ്. എന്നാലേ നമ്മളെ ബുക്ക് ടാലി ആവുള്ളൂ. ഓക്കെ, ഓരോ ഡെബിറ്റിനും എന്തുണ്ട്? കറസ്പോണ്ടിങ് ആയിട്ടുള്ള ക്രെഡിറ്റ് ഉണ്ട്. ഓക്കെ, അതുകൊണ്ട് മാത്രമേ ട്രയൽ ബാലൻസ് ടാലി ആവുള്ളൂ. നമ്മൾ അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത് ട്രയൽ ബാലൻസ് എങ്ങനെ പ്രിപ്പയർ ചെയ്യാന്നുള്ളതാണ്. അപ്പൊ ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യുമ്പോൾ നമുക്കിപ്പോ ഞാനൊരു ലെഡ്ജറിന്റെ നെയിം പറയാം. അത് ഡെബിറ്റ് കോളത്തിലാണോ വരുമോ ക്രെഡിറ്റ് കോളത്തിലാണോ വരുമോ എന്നൊന്ന് പറയണം. അത് മനസ്സിലാക്കിയാൽ നമുക്ക് ട്രയൽ ബാലൻസ് ശരിക്കും പ്രിപ്പയർ ചെയ്യാൻ പറ്റും. ക്യാപിറ്റൽ അക്കൗണ്ട് ഡെബിറ്റ് കോളത്തിലാണോ ട്രയൽ ബാലൻസിന്റെ വരുമോ അല്ലെങ്കിൽ ക്രെഡിറ്റ് കോളത്തിലാണോ? ക്യാപിറ്റൽ അക്കൗണ്ട് ക്രെഡിറ്റ് കോളത്തിലല്ലേ സർ? ക്രെഡിറ്റ് കോളത്തിൽ ഇതിൽ വരുവാ? ക്രെഡിറ്റ് കോളത്തില് അല്ലെ? പിന്നെ ഇനി ഫർണിച്ചർ ഏത് കോളത്തില് വരുവാ? ഫർണിച്ചർ ട്രയൽ ബാലൻസിന്റെ ഡെബിറ്റ് സൈഡിലാണോ വരുക അല്ലെങ്കിൽ ക്രെഡിറ്റ് സൈഡിലാണോ വരുക? ഫർണിച്ചർ ഡെബിറ്റ്. ഡെബിറ്റ്. ക്ലിയർ ആണോ ഇതിനകത്ത്? അതെന്തുകൊണ്ടാണ്? അത് അസെറ്റ് ആയതുകൊണ്ട്. ഓക്കെ, ഫർണിച്ചർ അസെറ്റ് ആയതുകൊണ്ടാണ് ഡെബിറ്റ് വരുന്നത്. അസറ്റും എക്സ്പെൻഡിച്ചറും ഏത് കോളത്തിലേ വരുള്ളൂ? അത് എഴുതി വെച്ചോ. പിന്നെ അസറ്റും
എക്സ്പെൻഡിച്ചറും ഏത് കോളത്തിലേ വരുള്ളൂ? ഡെബിറ്റ് കോളത്തിൽ മാത്രമേ വരുള്ളൂ. അസറ്റും എക്സ്പെൻഡിച്ചറും. ഓക്കെ. ക്രെഡിറ്റ് കോളത്തിൽ ഏതൊക്കെ വരുക? ഇൻകവും ലാബിലിറ്റീസും ഏതിലേ വരുള്ളൂ? ക്രെഡിറ്റ് കോളത്തിലേ വരുള്ളൂ. ക്ലിയർ ആയോ? അസറ്റും എക്സ്പെൻഡിച്ചറും. അപ്പൊ നമ്മളൊരു ലെഡ്ജറിനെ കാണുമ്പോൾ ഇത് അസറ്റ് ആണെങ്കിൽ, ഇപ്പൊ രാജേഷ് അസോസിയേറ്റ്സ് നമ്മൾ കണ്ടപ്പോ 250 രൂപ ഏത് ബാലൻസിലാണ് ഉള്ളത്? ഡെബിറ്റ് ബാലൻസിലാണ് ഉള്ളത്. എന്തുകൊണ്ടാണ്? രാജേഷ് എന്താണ്? സൺട്രി ഡെറ്റേഴ്സ് ആണ്. സൺട്രി ഡെറ്റേഴ്സ് എന്താണ്? അസറ്റ് ആണ്. ഓക്കെ. അപ്പൊ ഇൻകമും ലാബിലിറ്റിയും ക്രെഡിറ്റ് കോളത്തിലും അസറ്റും എക്സ്പെൻഡിച്ചറും എന്തേ ഉള്ളൂ? ഡെബിറ്റ് കോളത്തിൽ വരും. അപ്പൊ നമുക്ക് എന്ത് തിരിച്ചറിയണം? ഇത് അസറ്റ് ആണോ, എക്സ്പെൻഡിച്ചർ ആണോ, ഇൻകം ആണോ, ലാബിലിറ്റി ആണോ എന്ന് തിരിച്ചറിഞ്ഞാൽ നമുക്ക് ട്രയൽ ബാലൻസ് ഇത്രയേ ഉള്ളൂ. അക്കൗണ്ട്സ് എന്ന് പറഞ്ഞാൽ ഈ ഒരു വേർതിരിപ്പ് തിരിച്ചറിഞ്ഞാൽ നിങ്ങൾ അക്കൗണ്ട്സ് പഠിച്ചു. നിങ്ങൾക്ക് ഓരോ ലെഡ്ജറിനാ നിങ്ങൾക്ക് മനസ്സിലാക്കാം. നിങ്ങളിപ്പോൾ ടാലിയിലൊക്കെ എൻട്രി ചെയ്യുമ്പോൾ ശരിക്കും ഇത്രയേ ഉള്ളൂ അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. പിന്നെ ഒരു ബാങ്ക് റീകൺസിലേഷൻ ആണ് കാര്യമായിട്ട് വരുന്നത്. ഇത് നിങ്ങൾ പഠിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകും. ഒരു എൻട്രി വരുമ്പോൾ ഇത് അസറ്റിൽ ചെയ്യുമ്പോൾ P&L എവിടെ വരും, അല്ലെങ്കിൽ ബാലൻസ് ഷീറ്റിൽ എവിടെ വരും. ഈ ഒരു തിരിച്ചറിവ് നമുക്ക് ഉണ്ടെങ്കിൽ അക്കൗണ്ട്സ് നമ്മൾ ഈസിയാണ്. ഇത് അറിയാത്തത് കൊണ്ടാണ് നമ്മൾ ഇതിന് ഭയങ്കര ബുദ്ധിമുട്ടാണ്, ഇത് മനസ്സിലാവുന്നില്ല എന്നൊക്കെ പറയുന്നത്. ഈ ഒരു നാക്ക് നമുക്ക് മനസ്സിലായാൽ അക്കൗണ്ടിങ് എന്ന് പറയുന്നത് വളരെ ഈസി ആയിട്ട് മാറും. ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഏതാണ്ട് ഒരു ഐഡിയ കിട്ടും അക്കൗണ്ട്സ് എന്താണെന്നുള്ളത്. പിന്നെ നമുക്ക് ബാങ്ക് റീകൺസിലേഷനും കൂടി ഡിസ്കസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരു ബേസ് അക്കൗണ്ട്സ് ഉണ്ടാകും. ഒരു ചെറിയൊരു സ്ഥാപനത്തിൽ അക്കൗണ്ടന്റ് ആവാനോ അതൊക്കെ പറ്റും. ഒരു ചെറിയൊരു വർക്ക് കമ്പനിയിൽ അക്കൗണ്ടിങ് ചെയ്യാനൊക്കെ പറ്റും. അപ്പൊ ഞാൻ പറഞ്ഞത് ഇത്രയും ജേർണലും ലെഡ്ജറും ക്ലിയർ ആണല്ലോ? മനസ്സിലായി. അശ്വതി മാഡത്തിന് ഓക്കെ ആണല്ലോ? സാറേ ഇപ്പൊ പറഞ്ഞത് അസറ്റും എക്സ്പെൻഡിച്ചറും ഡെബിറ്റ് കോളത്തിലും ഇൻകമും ലാബിലിറ്റി ക്രെഡിറ്റ് കോളത്തിലും. അപ്പൊ അത് നമുക്കിപ്പോ ഒരു ഞാനിനി നാളെ ഞാനിപ്പോ പറയാനുണ്ട്, പക്ഷെ പറ്റുമോന്ന് അറിയത്തില്ല. നാളെ പറ്റുമെങ്കിൽ ഞാൻ ഇങ്ങനെ കുറച്ച് ലെഡ്ജർ ഉണ്ടോ അതിന്റെ ബാലൻസും ഇട്ട് തരാം ഗ്രൂപ്പിൽ. അപ്പൊ അങ്ങനെ ആകുമ്പോൾ അതിന്റെ ഡെബിറ്റും ക്രെഡിറ്റും പറ്റുമെങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. എന്ത് ചെയ്യണം? ഡെബിറ്റും ക്രെഡിറ്റും ആക്കിയിട്ട് അത് വേർതിരിച്ചിട്ട് ടോട്ടൽ ചെയ്ത് നോക്കണം. ഓക്കെ. ഇപ്പൊ ഒരു ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കുന്നു. പിന്നെ എന്തുണ്ട് ക്ലാസ്? ഇതിലെന്തെങ്കിലും മാറ്റാനുണ്ടോ, അല്ലെങ്കിൽ മനസ്സിലാവുന്നുണ്ടോ? ക്ലിയർ ആണോ പറയുന്നത്? സിമ്പിൾ ആവുന്നല്ലേ? അക്കൗണ്ട്സ് സിമ്പിൾ ആയിട്ടല്ലേ പറയുന്നത്? അല്ലാണ്ട് ഒരു ബുദ്ധിമുട്ടായിട്ടൊന്നും പറയുന്നില്ലല്ലോ. സിമ്പിൾ ആയിട്ടാണ് സാറേ. നമുക്ക് ഇത്ര എനിക്കിപ്പോ 58 വയസ്സായി സാറേ. അപ്പൊ പഠിച്ച വർഷവും ഇതും തമ്മിലുള്ള പിന്നെ ഒരു വർക്ക് ഇതായിട്ടുള്ള അക്കൗണ്ടിങ്ങിന്റെ ഒരു വർക്കൊന്നും ചെയ്തിട്ടും ഇല്ല. അപ്പൊ പിന്നെ നമുക്ക് ഇതിൽ ബന്ധമില്ലല്ലോ. അതാണ് പിന്നെ പഠിച്ച ഓർമ്മ ഇച്ചിരി ഉള്ളത് കൊണ്ടാണ് ഇങ്ങനെയെങ്കിലും പറയാം. അല്ല, വേറൊരു കാര്യം എന്താ പറയാ, ഇതിനകത്ത് ഞാൻ മനസ്സിലാക്കിയെടുത്തോളൂ. ഞാനിപ്പോ +2 ക്ലാസ് എടുക്കാൻ എനിക്ക് പോവാറുണ്ട്. ഓക്കെ. പിന്നെ +2 സെക്കൻഡ് ഇയർ. അപ്പൊ ഞാനും ഈ സെക്കൻഡ് ഇയറിന്റെ അക്കൗണ്ടിങ്ങിന്റെ ഒരു ഇതുണ്ട്. അത് നമ്മൾ പ്രൊഫഷണൽ ലൈഫിൽ വേണ്ടി അധികം ഉപയോഗിക്കുന്നില്ല. അതായത് പാർട്ട്ണർഷിപ്പും അതിന്റെ ഡെസൊല്യൂഷനും ഒക്കെ വരും. പക്ഷെ നമ്മളെ നാട്ടിലൊന്നും ഈ പാർട്ട്ണർഷിപ്പ് ഒന്നും ഈ നമ്മൾ പഠിച്ച +2 നിയമപ്രകാരം അല്ല ചെയ്യുക. അവര് പറയാ ഇതിന് മുതൽ ഇങ്ങനെ ചെയ്യാം, അതിന് അത് മുതൽ ഇങ്ങനെ ചെയ്യാം. ഞാനിതൊന്ന് റെക്കോർഡൊന്ന് സ്റ്റോപ്പ് ചെയ്യട്ടെ. അപ്പൊ പിന്നെ കാരണം അങ്ങനെ ചെയ്യാം അതിനുള്ളിലാണ് പോവാം. കാരണം പിന്നെ ഈ നമ്മൾ പഠിച്ചതുമായിട്ടൊന്നും